ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ കൂടുതലും അട്രാക്റ്റീവ് ആണോ, അല്ലെങ്കിൽ നിങ്ങളിൽ മറ്റുള്ളവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്തായിരിക്കാം? നിങ്ങളുടെ ക്വാളിറ്റീസ്, നിങ്ങളെ എങ്ങനെയാണ് മറ്റുള്ളവർ വിലയിരുത്തുന്നത്, നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരിൽ ഇത്രയും അട്രാക്റ്റഡ് ആവുന്നത്, എന്താണ് നിങ്ങളിൽ മറ്റുള്ളവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് നോക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 പയൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏറ്റവും അട്രാക്റ്റീവ് ആവുന്ന ഒരു പയൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ഫസ്റ്റ് പയൽ, ഇതാണ് സെക്കൻഡ് പയൽ. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒരു പയൽ സെലക്ട് ചെയ്യണം. നിങ്ങളെ ആയിരിക്കണം കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അതായത് മറ്റുള്ളവർ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, നിങ്ങൾ മറ്റുള്ളവരിൽ എങ്ങനെയാണ് കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത്, നിങ്ങളുടെ സ്വഭാവമായിരിക്കാം, നിങ്ങളുടെ ചിന്തകളായി അല്ലെങ്കിൽ എന്തുമായിരിക്കാം. അപ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് എന്നുള്ള ഒരു റീഡിംഗ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗാണ്. അതായത് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്. ഒന്നാമത്തെ പയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്. ഫസ്റ്റ് പയൽ, ഫസ്റ്റ് പയൽ, ഫസ്റ്റ് പയൽ, ഫസ്റ്റ് പയൽ. ഓക്കെ, അപ്പം ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ കാർഡ്സ് വന്നു കഴിഞ്ഞു. ഓക്കെ, എന്താണ് നിങ്ങളിൽ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അധികം ആൾക്കാരും നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവരെ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ക്ഷമിക്കും എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആൾക്കുണ്ട്. അതായത് മേ ബി നിങ്ങളുടെ അടുത്തൊരു മേജർ തെറ്റ് ആ വ്യക്തി ചെയ്ത് കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങൾക്ക് ക്ഷമ എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് നിങ്ങളുടെ ലൈഫിലുണ്ട്. ക്ഷമ എന്ന് പറയുന്നത് അതായത് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം. കാലം കടന്നു പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ സിറ്റുവേഷൻസും പോകും. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു കോടതിയുണ്ട്, നിങ്ങളുടേതായിട്ടുള്ളൊരു നീതിയുണ്ട്. അത് മാത്രമായിരിക്കും നിങ്ങൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മറ്റുള്ളവർക്ക് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ജഡ്ജ്മെൻറ്റ് ഭയങ്കരമായിട്ടും മറ്റുള്ളവർക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്നൊരു തീരുമാനം മറ്റുള്ളവർക്ക് ഒരു ഡിസിഷൻ മേക്കറാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഒറ്റ തീരുമാനം എടുക്കാൻ പറ്റുന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില കാര്യങ്ങളോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും, നിങ്ങൾ അവസാന അറ്റം വരെ നിങ്ങൾ പോകും. ബട്ട് നിങ്ങളൊരു ജഡ്ജ്മെൻറ്റ്, നിങ്ങളുടെ തീരുമാനം, നിങ്ങളുടെ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പിന്നെ വേറെ ആര് അവിടെ എന്തിന് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കോംപ്രമൈസിന് നിങ്ങൾ നിൽക്കത്തില്ല. കാരണം ലാസ്റ്റ് ഓഫ് ദ പോയിൻറ്റ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് എന്താണ്, നിങ്ങളൊരു പാഠം പഠിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ആ ഒരു പണിക്ക് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കത്തില്ല. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് ഭയങ്കരമായിട്ടും അറിയാം. അതായത് നിങ്ങളടുത്ത് എങ്ങനെയാണോ നിൽക്കുന്നത് അതേ പൊസിഷനിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന്. ഡിവൈനായിട്ട് നിങ്ങൾക്ക് നിൽക്കാനും, അതായത് ചെകുത്താനും അതുപോലെ തന്നെ എന്താ പറയുക മാലാഖയും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്കൊരു ലോ ഉണ്ട്, നിങ്ങൾക്കൊരു നീതി പീഠമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസാക്ഷിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യത്തില്ല. അത് ഫിനാൻസ് ആയാലും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ആയാലും നിങ്ങൾ ഒരാൾക്ക് നെഗറ്റീവ് ആവുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾ ഒരിക്കലും ചെയ്യത്തില്ല. നിങ്ങൾക്ക് എന്താണോ കോൺഫിഡൻസ് കൂട്ടുന്നത്, നിങ്ങൾക്ക് എന്താണോ നല്ലതായിട്ട് കാണാൻ പറ്റുന്നത്, നിങ്ങളുടെ മനസാക്ഷിക്ക് എന്താണോ ഭയങ്കരമായിട്ടും ഡെപ്തിൽ നിങ്ങളെ കുത്തുന്ന കാര്യം എന്താണ് അതുമാത്രമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ഈവൻ റിലേഷൻഷിപ്പ് ആയാലും കരിയർ ആയാലും ഫിനാൻസ് ആയാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കണം, നിങ്ങൾക്ക് നീഡ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായാൽ പോലും നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങളുടെ മൈൻഡ് എന്താണോ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അത് മാത്രമായിരിക്കും നിങ്ങൾ കൂടുതലും ട്രസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാണ്ട് ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾ എടുക്കും. തീരുമാനം എടുക്കുന്നതിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും തീരുമാനം എടുക്കുന്നതിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും
ഒരു കോൺഫിഡൻസ് ഉള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കർമ്മ വരുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കത്തില്ല. അതായത് നിങ്ങൾക്ക് നെഗറ്റീവ് ആവുന്ന, നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന, നിങ്ങളൊരാളെ നശിപ്പിക്കുന്ന രീതിക്ക് നിങ്ങൾ നിൽക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല. അതായത് നേരെ വാ നേരെ പോ എന്നുള്ള ഒരു പോയിൻ്റാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫെയർ ആവത്തില്ല. നിങ്ങൾ ഭയങ്കരമായിട്ടും എന്താ പറയുക, നിങ്ങളൊരു ഒരു ഒരു പ്യൂർ സോൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത്രത്തോളം പവർഫുള്ളായിരിക്കും, അല്ലെങ്കിൽ അത്രത്തോളം നീതി പീഠമുള്ളതായിരിക്കാം. മേ ബി നിങ്ങളെ ലുക്ക് കണ്ടിട്ട് ഓരോരുത്തർ ജഡ്ജ് ചെയ്യും, നിങ്ങളുടെ എന്താ പറയുക ക്യാരക്ടർ കണ്ടിട്ട് ഓരോരുത്തർ ജഡ്ജ് ചെയ്യാം. ബട്ട് നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ട് ഒരാൾ നിങ്ങളടുത്ത് ജഡ്ജ് ചെയ്യത്തില്ല. കാരണം നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് അത്രയും പ്യൂറിസ്റ്റിക് ആയിരിക്കും. നിങ്ങൾ മേ ബി കറുപ്പായിരിക്കാം, വെളുപ്പായിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് കുറവുണ്ടായിരിക്കും. ബട്ട് നിങ്ങൾക്ക് ഈ കുറവെല്ലാം മാറ്റുന്ന നിങ്ങളുടെ സ്വഭാവം തന്നെയാണ്. കാരണം നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ഉണ്ട്. അതായത് കർമ്മ റിലേറ്റഡ് നിങ്ങൾക്ക് ഒരു ഡിവൈൻ സപ്പോർട്ടുണ്ട്, ഒരു ഡിവൈൻ പവറുണ്ട്. നിങ്ങളുടെ സോള് അതിനനുസരിച്ച് മാത്രമേ നിൽക്കത്തുള്ളൂ. ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സമ്മതിക്കത്തില്ല. കാരണം നിങ്ങളുടെ സോളിന് വ്യക്തമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ, വ്യക്തമായിട്ടുള്ള അവേക്കനിങ് ഉണ്ട്. ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇന്ന കണക്കുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി നിൽക്കത്തില്ല. അത് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിന് കോംപ്രമൈസ് ചെയ്യത്തില്ല എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇറ്റ്സ് എ ബിഗ് ക്യാരക്ടറാണ്. നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്നും പഠിപ്പിച്ച് വിട്ട സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളെ ട്രെയിൻ ചെയ്ത് വന്ന നിങ്ങൾ അനുഭവിച്ച പാഠങ്ങളായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളെ അതിലോട്ട് അടുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് നിൽക്കത്തില്ല. ഫ്യൂച്ചറിൽ ഒരിക്കലും നിങ്ങൾക്ക് വിഷമം വരുന്നൊരു സിറ്റുവേഷനിൽ നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സോൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ആ ഒരു ക്യാരക്ടർ, നിങ്ങളുടെ അവേക്കനിങ് എന്ന് പറയാൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനം, ജഡ്ജ്മെൻറ്റ്, അത് നിങ്ങളെ സംബന്ധിച്ച് പവർഫുൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് നഷ്ടം വന്നു കഴിഞ്ഞാലും നിങ്ങളതിന് കോംപ്രമൈസ് എടുക്കത്തില്ല. ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കും. ബട്ട് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള പവർഫുള്ളായിട്ട് നിങ്ങൾ എടുക്കുന്ന കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു വിൽ പവർ ഉള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്ത് ജോലിയും, എന്ത് സിറ്റുവേഷൻ വന്നാലും, എന്ത് ലൈഫിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു തരം ക്യാരക്ടറായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് നെഗറ്റീവും ഒരുപാട് പോസിറ്റീവും ഒരുപാട് ഇഷ്യൂസും ഒരുപാട് അനുഭവങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എടുക്കുന്ന തീരുമാനം, നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ആ തീരുമാനത്തിൽ നിങ്ങളുടെ സോൾ ഒരിക്കലും മാറത്തില്ല. നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ഡിവൈനെ കുറ്റം പറഞ്ഞു കാണും, നിങ്ങൾ ഒരുപാട് നിങ്ങൾ ദൈവത്തെ കുറ്റം പറഞ്ഞു കാണും, അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് നിങ്ങൾ യൂണിവേഴ്സലിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സിറ്റുവേഷൻ വരുന്നത് എന്നൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഡിസിഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ സോൾ അത്രത്തോളം അവേക്കനിങ് ആണ്. നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് ഒപ്പിട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട സിറ്റുവേഷൻസും ഓൾമോസ്റ്റ് എഴുതപ്പെട്ടതാണ് എന്നുള്ളതായിട്ടാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേയധികം അനുഭവങ്ങൾ നിങ്ങൾ കാരണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നത് തന്നെയാണ് മറ്റുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾ കാണുന്ന മേജറായിട്ടുള്ള എക്സ്പീരിയൻസ്. അവേക്കനിങ് സ്റ്റേജ്, മറ്റുള്ളവരുടെ ലൈഫിൽ നിങ്ങൾ കൊടുക്കുന്ന ഓരോ പോയിൻ്റ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിൽ നിങ്ങൾ ചെലുത്തുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ ലൈഫിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള ഡിസിഷൻസ് എടുത്തേക്കാം. ബട്ട് അത് ആ വ്യക്തിയെ സംബന്ധിച്ച് ബെനിഫിറ്റ് ആണെന്ന് പിന്നീട് അവർക്ക് മനസ്സിലാവുന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിലോട്ട് റിട്ടേൺ വരും. അതായത് നിങ്ങളുടെ ലൈഫിൽ ഏതൊരു വ്യക്തി കടന്നു വന്നു കഴിഞ്ഞാലും ആ വ്യക്തി ലൈഫിലോ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കോണ്ടാക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ കോഡ് കട്ട് ചെയ്ത് ആ വ്യക്തി പോകാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. നിങ്ങളുടെ പ്രസൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓറ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് മുന്നേ ഉള്ളൊരു സമയം, അല്ലെങ്കിൽ നിങ്ങൾ വന്നൊരു സമയം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അത്രത്തോളം പവർഫുള്ളായിരുന്നു, അത്രത്തോളം എനർജറ്റിക് ആയിരുന്നു, അത്രത്തോളം എന്താ പറയുക, കുറേയധികം ആൾക്കാർക്ക് നിങ്ങൾ ദൃഷ്ടിദോഷം, കണ്ണേർ, കമ്പയർ അതൊക്കെ വിട്ടിട്ടായിരിക്കണം നിങ്ങൾ മേ ബി ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്. കാരണം നിങ്ങൾക്ക് അത്രത്തോളം പവർഫുള്ളാണ്, നിങ്ങൾ അത്രത്തോളം എന്താ പറയുക ജേണി, അത്രത്തോളം ലൈഫ് എക്സ്പീരിയൻസ് ആണ്. അന്ന് നിങ്ങൾക്ക് അറിയാം തെറ്റ് ഏതാണ് ശരി ഏതാണ് എന്ന് അറിയാമെന്നുള്ള വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് മെയിനിലുള്ള സംഭവം എന്ന് പറയുമ്പോൾ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ വ്യക്തി എന്ത് സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാലും ആ വ്യക്തി എന്ത് പെട്ട സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാൽ അവസാനം ആ വ്യക്തിക്കൊരു വിക്ടറി ഉണ്ടാകും, അല്ലെങ്കിൽ അവസാനം ആ വ്യക്തിക്കൊരു സക്സസ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് എന്താ പറയുക, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൂടെ നിന്ന് സംരക്ഷിക്കുന്ന കുറേയധികം എനർജീസ് ഉണ്ട്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് വ്യക്തമായിട്ടറിയാം. നിങ്ങൾ എത്രത്തോളം നശിപ്പിക്കാൻ നോക്കിയാലും, നിങ്ങൾ എത്രത്തോളം ഡൗൺ ഫെയിലർ ആക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ പവർ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. കാരണം സ്പിരിച്വൽ ലൈഫിൽ വന്നുകൊണ്ടുള്ള ഒരു അവേക്കനിങ് സ്റ്റേജിൽ വന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഈ ഒരു ഇതിനകത്ത് മെയിൻ വരുന്ന സംഭവം എന്ന് പറയുമ്പോൾ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പണ്ട് ഈ വ്യക്തിയെടുത്ത് അല്ലെങ്കിൽ പണ്ട് കുറേയധികം ആൾക്കാരടുത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യത്തില്ല. ബട്ട് പിന്നീട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അവർ അനുഭവിച്ച് നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന സമയത്ത് നിങ്ങളെ ഭയങ്കരമായിട്ടും ട്രസ്റ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തോട്ട് വരും. കാരണം നിങ്ങൾ വെയിറ്റിംഗ് പീരീഡാണ്. ഞാൻ പറയാം, നിങ്ങൾക്ക് ക്ഷമ എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തൊരു വ്യക്തിയാണ്. അതല്ലെങ്കിൽ ലൈഫ് എന്താ പറയുക, ലൈഫ് എന്താണെന്ന് അറിയാം. ബട്ട് മറ്റുള്ളവരെ സംബന്ധിച്ച് കുറേയധികം കളിയാക്കളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ അനുഭവിച്ച് കാണും. ബട്ട് എങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഒരു വിക്ടറി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേയധികം ദൃഷ്ടിദോഷങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരാനും ഉള്ള ചാൻസ് കൂടുതലായിട്ടാണ് ഇന്ന് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു സോളിറ്റ്യൂഡ് സിറ്റുവേഷനിൽ എത്ര പോയി കഴിഞ്ഞാലും നിങ്ങൾ ഡിപ്പെൻഡഡ് ആവത്തില്ല. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഡിപ്പെൻഡൻസി ഇഷ്ടമല്ല. അതായത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ്, മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഒരു കുഴിയിലോ ഒന്നിലും പോയി ചാടത്തില്ല. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങൾ ആരാണ് എന്താണ് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു വിൽ പവർ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് തീരുമാനങ്ങളും എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അത്രത്തോളം പവർഫുൾ ആണ് നിങ്ങൾ. അത്രത്തോളം ക്യാരക്ടറൈസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ക്യാരക്ടർ വിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിലും നിങ്ങൾ പോകത്തില്ല എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ കുറേയധികം ആൾക്കാർ നിങ്ങളെ സംബന്ധിച്ച്, മറ്റുള്ള ആൾക്കാർ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും ഇഷ്ടമാണ്. അതെന്താ പറയുക, ഒരു റെക്കഗ്നൈസേഷൻ റിവാർഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റെക്കഗ്നൈസേഷൻ റിവാർഡ് വിക്ടറി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സോളായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് മെയിൻ സംഭവം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈഗോയെ തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈഗോയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടും നിങ്ങൾ സ്ട്രെസ്ഫുള്ളാവും. നിങ്ങൾ അടക്കി പിടിച്ചിരിക്കുന്ന കുറച്ചധികം സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാതെ വെച്ചേക്കുന്ന ചില ഇഷ്യൂസ് ഉണ്ട്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങൾക്കൊരു ഈഗോ ഇല്ല. നിങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക, മറ്റുള്ളവർ രക്ഷപ്പെട്ടാലും മറ്റുള്ളവർ എന്ത് സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഈഗോയോ കാര്യങ്ങളല്ല. നിങ്ങൾ സ്വന്തം നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ സ്പിരിച്വൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ലെവലിൽ പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ കോൺഫിഡൻസ് ആണ്, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ആത്മാർത്ഥമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇല്യൂഷൻ പരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കത്തില്ല. അത് അല്ലെങ്കിൽ എന്താ, ഓരോന്ന് നെഗറ്റീവ് പരമായിട്ട് ഓരോന്നും ചിന്തിക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് അറിയാം എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക്. അത് മറ്റുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത്, എന്ത് സിറ്റുവേഷനിലാണോ നിങ്ങൾ ചെയ്യുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും അവേക്കനിങ് ആവുകയും അവിടെ നിന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് എസ്കേപ്പ് ആകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ പോകും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്ന മെയിൻ സിറ്റുവേഷൻ എന്തെന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളെ സംബന്ധിച്ച് ഡിപ്പെൻഡൻസി അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യത്തില്ല, നിങ്ങളെ ഇങ്ങോട്ട് ഡിപ്പെൻഡഡ് ആക്കും. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ നിങ്ങളടുത്തോട്ട് അടുപ്പിക്കാൻ വേണ്ടിയുള്ള വിധം ഓറ പവറും അതിനനുസരിച്ചുള്ള ഇൻറ്റ്യൂഷനും അതിനനുസരിച്ചുള്ള ശരീര ആകാര വടിവും ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ മറ്റുള്ള വ്യക്തികൾ നിങ്ങളിൽ ആകർഷ്ടപ്പെടുന്നതാണ്. മറ്റുള്ള വ്യക്തികളെ നിങ്ങൾക്ക് കൂട്ടിലാക്കാൻ പറ്റും, നിങ്ങളുടെ ലൂപ്പിൽ നിങ്ങൾക്കാകാൻ പറ്റും. നിങ്ങളെ ഈഗോയിൽ തട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളെ ഒന്ന് വാശി പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളത് എന്ത് സിറ്റുവേഷൻസ്, എത്ര വലിയ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ, എത്ര വലിയ നോർമൽ സിറ്റുവേഷനായാലും നിങ്ങളവിടെ പൊരുതി ജയിച്ച് നിങ്ങളത് നേടിയിരിക്കും. കാരണം നിങ്ങൾക്ക് അത്രത്തോളം വാശി കൂടുതലാണ് എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കറിയാം. നിങ്ങളൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ഒരു തീരുമാനം ഭയങ്കരമായിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും അത് എന്താ പറയുക, ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം പവർഫുള്ളായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും നിങ്ങൾ എടുക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു സോളാണ് നിങ്ങളുടേത്, അങ്ങനത്തെ ഒരു പ്യുവറായിട്ടുള്ളൊരു
ഒരു ഹ്യൂമനാണ്. അതിന്ന് വരെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എത്രത്തോളം താഴ്ന്നു കൊടുക്കാൻ പറ്റും, എത്രത്തോളം നിങ്ങൾ ഡിപ്പെൻഡഡ് ആവാൻ പറ്റും, എത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ താഴ്ന്നു കൊടുക്കുകയും അത്രത്തോളം നിങ്ങൾ എന്താ പറയുക ഡിപ്പെൻഡഡ് ആവുകയും ചെയ്യും. ബട്ട് നിങ്ങളുടെ ഈഗോയെ തൊട്ട് കളിക്കുന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അതിന് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയാലും അതിന് നെഗറ്റീവ്പരമായിട്ടുള്ള സിറ്റുവേഷൻ അതിന് തല വെട്ടി എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈഗോയെ തൊടുന്നൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ മാനറിസം മാറും. അവിടെ നിങ്ങളായിട്ട് മാറി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതിന് മറ്റുള്ളവർ എത്ര വലിയ പോയിന്റ് നിൽക്കുന്ന ആൾക്കാരായാൽ പോലും നിങ്ങൾ ഏത് രീതിക്കുള്ള തീരുമാനങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടുള്ള പൊസിഷൻ ഉള്ള ആളായിട്ടാണ് കാണാൻ പറ്റുന്നത്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും നിങ്ങൾ ഭയങ്കരമായിട്ടും എന്താ പറയുക, നിങ്ങളുടെ ഡ്രസ്സിങ് രീതി, നിങ്ങളിടുന്ന മാല വള, നിങ്ങളിടുന്ന ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിങ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളടിക്കുന്ന പെർഫ്യൂം, അതായത് നിങ്ങളുടെ വൃത്തി, നിങ്ങളുടെ എന്താ പറയുക ടൈമിങ്, അതൊക്കെ ഭയങ്കരമായിട്ടും ആൾക്കാർക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്മെല്ല്, നിങ്ങളുടെ ഒരു ഓറ, നിങ്ങളുടെ ഒരു എനർജി, അതായത് ഓരോ കാലത്തിനും ഓരോ എനർജി ഉണ്ട്, ഓരോ സമയത്തിനും ഓരോ എനർജി ഉണ്ട്, ഓരോ വ്യക്തിക്കും ഓരോ എനർജി ഉണ്ട്, ഓരോ വ്യക്തിക്കും ഓരോ സ്മെല്ലും കാര്യങ്ങളും എല്ലാം. ആ വ്യക്തി വരുന്ന സമയത്ത് ആ വ്യക്തിക്ക് അത് ടോട്ടലി മാറ്റാൻ പറ്റും. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ടൈമിങ് കാര്യങ്ങൾ എല്ലാം ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ പെർഫെക്റ്റായിട്ട് നടക്കാനും പെർഫെക്റ്റായിട്ട് ഡ്രസ്സിങ് രീതിയും അങ്ങനത്തുള്ള കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ സോള് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ക്യാരക്ടർ ആട്ടോ, നിങ്ങളുടെ ക്യാരക്ടർ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ആദ്യമൊന്നും നിങ്ങളുടെ സ്വഭാവം ഒരുപാട് പേർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ ഭയങ്കര അഹങ്കാരിയാണ് അല്ലെങ്കിൽ ഭയങ്കര ജാടയാണ് എന്നൊക്കെ പറഞ്ഞ് നിന്നതിന് ശേഷം പിന്നീട് നിങ്ങളുമായിട്ടൊന്ന് അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അതായത് പിന്നീട് നിങ്ങളുമായിട്ട് ഈ വ്യക്തി വിട്ടിട്ട് പോകാൻ വേണ്ടി ഭയങ്കരമായിട്ടുള്ളൊരു പാടാണ് എന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ ഒരു ലൂപ്പിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് അങ്ങനെ അത്രയും പെട്ടെന്ന് പോകാൻ പറ്റത്തൊന്നുമില്ല. അത്രത്തോളം ഒരു എനർജി ഉള്ളൊരു വ്യക്തിയായിട്ടാണ്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു പവർഫുള്ളായിട്ടൊരു കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യുന്നു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പഠിക്കാനും പഠിപ്പിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഉപദേശിക്കാനും ഭയങ്കരമായിട്ടുള്ള കഴിവുള്ളൊരു വ്യക്തിയാണ്. തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് തന്നെ പറയാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട്. അത് മറ്റുള്ളവരെ സംബന്ധിച്ച് അവരത് പറയത്തില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയൊരു അടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരുപാട് ഉപദേശിക്കും, നിങ്ങളൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, നിങ്ങളൊരുപാട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ ഉണ്ട്. ബട്ട് നിങ്ങൾക്കൊരു നന്മ വരാൻ വേണ്ടിയിട്ട് ആരും ഒന്നും പ്രവർത്തിക്കില്ല. ബട്ട് നിങ്ങളോടൊരു നല്ല കാര്യം ആരും നിങ്ങളുടെ അടുത്തൊന്നും പറയത്തില്ല, നിങ്ങളൊരു ചീത്ത കാര്യവും പറയത്തില്ല. ആ വ്യക്തികൾ മനസ്സിൽ തന്നെ കൊണ്ട് നടക്കും എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ളൊരു ഇഷ്യൂ. അതിനായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ വരുന്നൊരു സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ, നിങ്ങളെ ഒരുപാട് ആൾക്കാരെ നിങ്ങളെ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഒരു ക്രൗഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു വെളിച്ചം അവിടെ ഹൈപ്രീസ്റ്റ് എനർജിയാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ച് നെഗറ്റീവ് സിറ്റുവേഷൻ നിന്നാലും പോസിറ്റീവ് സിറ്റുവേഷനിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാലും അവിടെ ഒരു വെളിച്ചം ഉണ്ടാവും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് കുറേയധികം ആൾക്കാർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുക, നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല എന്നായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ചില ലൂപ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല എന്നായിരിക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, ഇൻട്രസ്പെക്ഷൻ ആയിട്ടുള്ള തീരുമാനങ്ങൾ. അതായത് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് സെൽഫ് ഡിസ്കവറിയിൽ പോകുന്നുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരാൾക്ക് വൈബ് എങ്ങനെ കൊടുക്കണം എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. നിങ്ങളങ്ങനെ അധികം സംസാരിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളങ്ങനെ അധികം ആൾക്കാരുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന വ്യക്തിയോ അല്ല. കാരണം നിങ്ങളുടെ അനുഭവങ്ങളാണ്. പക്ഷെ നിങ്ങളുടെ ഒരു ലൂപ്പിൽ വന്ന് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കംഫർട്ടായിട്ടുള്ളൊരു ലൂപ്പിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ, കാര്യം പറയുക, എല്ലാം ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളങ്ങനെ ആർക്കും പെട്ടെന്ന് റിവീൽ ആവത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഇൻട്രോവേർട്ടായിരിക്കണം. മേ ബി എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ഇൻട്രോവേർട്ടായിരിക്കണം. ബട്ട് നിങ്ങളുടെ ഒരുപാട് വെളിച്ചമുണ്ട്, നിങ്ങൾ ഒരുപാട് സക്സസ് ഉണ്ട്, നിങ്ങൾ ഒരുപാട് എന്താ പറയുക, നിങ്ങളുടെ ലൈഫിലൊരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരാൾ വന്നൊരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ഉണ്ട് ആ വ്യക്തിക്ക്. നിങ്ങൾ ഇനി എത്ര വലിയ പ്രശ്നങ്ങളായിരുന്നാലും നിങ്ങളൊരു സക്സസ്സിന് വേണ്ടി നിങ്ങളുടെ എന്താ പറയുക, ഒരു
ഫുൾ മൂൺ ആണെന്ന് വിചാരിച്ചു. നിങ്ങൾ ഫസ്റ്റ് തുടക്കം മുതൽ അവസാനം വരെ ആ മൂൺ എൻഡ് ആവുന്നൊരു ലൈറ്റിങ് വരെ നിങ്ങൾ ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യും. കാരണം അതിന് വേണ്ടിയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള മന്ത്രാസ്, അതിന് വേണ്ടിയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള എനർജീസൊക്കെ നിങ്ങളുടെ ലൈഫിൽ സ്റ്റോർഡ് ആണ്. അത് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ അവേക്കനിങ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളെ പലർക്കും ഭയങ്കര പേടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് മേ ബി നിങ്ങളുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മയായിരിക്കാം. മേ ബി നിങ്ങൾ ഭയങ്കര സെക്ഷലി ഭയങ്കരമായിട്ടുള്ള സെറ്റായിരിക്കാം, ആണുങ്ങളോ അല്ലെങ്കിൽ പെണ്ണുങ്ങളോ നിങ്ങൾ ആരാധിക്കുന്നുണ്ടായിരിക്കാം. ബട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനുള്ളൊരു പേടി ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങളടുത്ത് കൂട്ടുകൂടാൻ, അല്ലെങ്കിൽ നിങ്ങളടുത്ത് കമ്പനി അടിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഒരു ഇഷ്ടത്തോടെ വന്ന് നിൽക്കാൻ, ഒരു ട്രസ്റ്റിൽ വർത്ത്, നിങ്ങൾ ഭയങ്കരമായിട്ട് ട്രസ്റ്റിൽ വർത്തുള്ള ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാം. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളടുത്ത് കമ്പനി അടിക്കണം, നിങ്ങളടുത്ത് കൂട്ടുകൂടണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവർക്ക് ആ സിറ്റുവേഷനിലൂടെ അവിടെ എത്തുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് പറ്റുന്നില്ല. അവരത് പെയിൻഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാം, നിങ്ങളെ വിശ്വസിക്കാം, നിങ്ങളടുത്ത് വിശ്വസിച്ച് എന്ത് കാര്യം വേണമെങ്കിലും പറയാം. നിങ്ങൾ ചതിക്കത്തില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ഹോപ്പ്ഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, നിങ്ങൾക്കത് മനസ്സിലാകും. ബട്ട് നിങ്ങളങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളതങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ നിൽക്കുന്നൊരു വ്യക്തിയല്ല. നിങ്ങൾ ആരെയും ഒരു കഥയും ഒന്നും കേൾക്കത്തില്ല. ബട്ട് നിങ്ങളുടെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയുടെ കാര്യം നിങ്ങൾ കേൾക്കും. ആ വ്യക്തികൾക്ക് നിങ്ങളെ ഭയങ്കര ട്രസ്റ്റാണ്. ഈ മെയിൻ ഉള്ള സംഭവം എന്ന് പറയുന്നത് ട്രസ്റ്റാണ്. നിങ്ങളുടെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ട്രസ്റ്റുണ്ട്, ഭയങ്കരമായിട്ടുള്ള വിശ്വാസമുണ്ട്. അത് നശിപ്പിക്കാതിരിക്കാൻ അവർ പല രീതിക്കും ശ്രമിക്കുന്നുമുണ്ട്. ബട്ട് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഈഗോ. അതേപോലെ തന്നെ ആദ്യത്തെ നമ്മൾ നോക്കിയ കാർഡിലും അത് ആ സിറ്റുവേഷൻസിലാണ് വരുന്നത്. ആദ്യത്തെ കാർഡ് എന്തായിരുന്നു കാണിച്ചത്? ജഡ്ജ്മെൻറ്റ്. നിങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ നിങ്ങൾ നിൽക്കത്തില്ല. കാരണം നിങ്ങൾ ആൾക്കാരെ ലൈഫിലൊരു വെളിച്ചം പകരാനും ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരെ നല്ല രീതിക്ക് എന്താ പറയുക, ഇപ്പം നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിനെ കൊണ്ടുപോയി നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കും. പിന്നെ അവർ തമ്മിലുള്ള കണക്ഷൻസ് അവർ തമ്മിലായി നിങ്ങളങ്ങ് ഒഴിവാക്കും. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം മേ ബി നിങ്ങൾ സഹായിക്കുന്ന നിങ്ങൾക്ക് തന്നെ ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നൊരു സിറ്റുവേഷനിലോട്ട് മാറും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് അനുഭവങ്ങളുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ബട്ട് നിങ്ങൾ അതിൽ നിന്നും തളർന്ന് നിൽക്കത്തില്ലെന്നില്ല. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ചന്ദ്രൻ്റെ വെളിച്ചമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂര്യൻ്റെ വെളിച്ചമോ ആവശ്യമില്ല കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളിൽ തന്നെ ഒരു വെളിച്ചം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് നോക്കിപ്പോൾ. കാരണം യൂണിവേഴ്സ് അതിൻ്റെ ഒരു പകുതി നിങ്ങൾക്കും തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു എനർജി നിങ്ങളിലും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പൊസിഷൻ കണ്ട് കുറേയധികം പേര് അന്തം വിടുന്നതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആവുന്ന സിറ്റുവേഷൻസ് വെച്ചിട്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരിയറായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. എന്താ പറയുക, നിങ്ങളങ്ങനെ ചിരിക്കുന്നതോ അങ്ങനെ കളിക്കുന്നതോ അങ്ങനത്തെ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള വ്യക്തികളാവാൻ ചാൻസ്, ഹാപ്പിനെസ് ഉണ്ടില്ലെന്ന് പറയുന്നില്ല. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ മാത്രമായിരിക്കണം. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് നിങ്ങൾ. ഹാർഡ് വർക്കിംഗ് ആണെന്ന് പറയുമ്പോഴത്തേക്കും അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്നു. ഹാർഡ് വർക്കിംഗ് ആണെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പീക്കിൽ പോയിട്ട് അത് തുറന്ന് നോക്കി എന്താണ് സെറ്റപ്പ് ആക്കിയിട്ട് നിങ്ങളത് കീറി മുറിച്ചത് എല്ലാം പഠിച്ചിട്ടേ തിരിച്ചിറങ്ങി വരത്തുള്ളൂ. ഇപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ചിന്താഗതി എന്ന് പറയുന്നത് ഭയങ്കര വലിയ ചിന്താഗതീസാണ്. നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാവും. നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്താ പറയുക, സ്പോർട്സ്, അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് യൂണിവേഴ്സൽ പരമായിട്ടുള്ള കുറേ സ്പിരിച്വൽ പരമായിട്ടുള്ള കുറേയധികം കണക്ഷൻസ്, അതുപോലെ തന്നെ ഹാപ്പിനെസ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ അങ്ങനത്തുള്ള കുറേയധികം സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ അറിയാം. ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യാൻ അറിയാം. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളെ സംബന്ധിച്ച് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് ആദ്യമേ എടുക്കും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പേടിയാണ്, എന്തെങ്കിലും ലൈഫിൽ സംഭവിക്കുമോ, ഫ്യൂച്ചർ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള പേടിയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമോ എന്നുള്ളൊരു സിറ്റുവേഷൻസ് കൊണ്ട് കുറേ അധികം ആൾക്കാർ നിങ്ങളൊരു മെൻറ്ററായിട്ട് കരുതിയിട്ടുണ്ട്. നിങ്ങൾ മേ ബി ഒരു അമ്മയായിരിക്കാം, നിങ്ങൾ മേ ബി ഒരു അച്ഛനായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ മെൻറ്ററായിട്ട് കരുതിയതായിരിക്കാം. കാരണം നിങ്ങളുടെ ക്യാരക്ടർ അത്രയും അടിപൊളി ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു മെൻറ്റർ
ആയി വരുന്നുണ്ട്. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിനേക്കാളും നിങ്ങളുടെ ലൈഫിൽ വരുന്നത് മെൻറ്റർഷിപ്പാണ്. മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെൻറ്ററായിട്ടാണ്. നിങ്ങളിൽ വന്ന് ഭയങ്കരമായിട്ടും ഡിസ്കവറി ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആക്കിയിട്ട് കുറേയധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകും. നിങ്ങളുടെ ലൈഫിൽ നിന്നുമാണ് ഒരുപാട് ആൾക്കാർ പാഠങ്ങൾ പഠിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് മേ ബി ഈവൻ എന്താണെങ്കിൽ പോലും, എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന കുറേയധികം എനർജീസ് ഉണ്ട്. നിങ്ങളിൽ നിന്നും അവർക്ക് കിട്ടുന്ന കുറേയധികം അവേക്കനിങ് ഉണ്ട്. നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളായിരിക്കാം. അപ്പം എന്താ പറയുക, റിലേഷൻഷിപ്പ് എബൌട്ടൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പേര് അട്രാക്റ്റഡ് ആവുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു വെളിച്ചമുണ്ട്, നിങ്ങളൊരു പവർഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ അനുഭവമുണ്ട്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ എത്ര പൊട്ടിപ്പാളിസായിട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളിൽ പാഠങ്ങളുണ്ട് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങളിൽ ആ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ഒന്നും ഒരിക്കലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പോകത്തില്ല. എന്ത് സിറ്റുവേഷൻ എൻഡായാലും, എന്ത് സിറ്റുവേഷനിലൂടെ പോയി കഴിഞ്ഞാലും ഫ്രീഡം എന്ന് പറയുന്ന സാധനം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊരു ഫ്രീഡമുണ്ട്, നിങ്ങൾക്കൊരു പവർ ഓഫ് മെച്യൂരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് പവർ ഓഫ് എന്താ പറയുക എനർജി ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു വാശിയുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു എന്തും റിലീസ് ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ട്. എന്ത് കാര്യങ്ങളും കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് റിലീസ് ചെയ്യാൻ പറ്റും. ഹീലിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും എൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങൾക്കത് മറക്കാൻ പറ്റും, നിങ്ങൾക്കത് ഹീൽ ചെയ്യാൻ പറ്റും. അത് മാത്രം ആലോചിച്ചുകൊണ്ട് ലൈഫ് ലോങ് ഒരു ട്രോമയാക്കി മാറ്റി മുന്നോട്ട് പോകത്തില്ല. അതിനെ മാറ്റണം, അല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു സ്കില്ല് നിങ്ങൾക്കുണ്ട്. അതും വെച്ചുകൊണ്ട് നടക്കത്തില്ല. ബട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം, എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ അതും കൊണ്ട് നടക്കും. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ ഒരു റീഡറിനെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു രോഗം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നിങ്ങൾ മാറ്റാനുള്ളൊരു സംഭവമേ നോക്കുള്ളൂ. കാരണം നിങ്ങൾ അത്രത്തോളം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത് കൊണ്ട് നടക്കാൻ നിങ്ങൾ താല്പര്യപ്പെടത്തില്ല. എന്തെങ്കിലും റിലേഷൻഷിപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളത് പെട്ടെന്ന് സംസാരിച്ച് തീർക്കാൻ വേണ്ടി നോക്കും. കാരണം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് അത് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കത്തൊന്നുമില്ല, നിങ്ങളത് പോയി സംസാരിച്ചങ്ങ് തീർക്കും. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇനിയും ലൈഫുണ്ട്, നിങ്ങൾക്ക് ഇനി എക്സ്പീരിയൻസ്. അതാണ് പറഞ്ഞത് ഇൻറ്റ്യൂഷൻ, ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. ലൈഫ് ഫുള്ള് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻസ് ഉണ്ട്. മുന്നേ എന്ത് നടക്കണം, എന്താണ് പ്ലാനിങ് ചെയ്യേണ്ടത്, എന്ത് മാനിഫെസ്റ്റേഷനാണ് ഞാൻ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ റിലീസ് ചെയ്യേണ്ടത്, എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള എൻഡിങ്ങും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അറിയാം എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സോൾ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങളെ കാണിക്കും, ഒരുപാട് സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോകും, ഒരുപാട് എനർജി ആയിട്ട് നിങ്ങളെ കണക്ട് ചെയ്യും, ഒരുപാട് പാഠങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് തരും, ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ തരും. നിങ്ങൾ ഒന്നും ആയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും. ഫ്രീഡം എന്ന് പറയുന്നൊരു സാധനം, കംഫർട്ട് സോൺ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഒരുക്കി തരുന്നൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ മറ്റുള്ളവരെ സംബന്ധിച്ച് ഇപ്പം മറ്റുള്ളവർ രക്ഷപ്പെട്ട് നല്ല നിലയിലൊക്കെ ആയി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. ബട്ട് നിങ്ങൾക്ക് കിട്ടുന്നൊരു ഫീലിങ്സ് ആ വ്യക്തിക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് പുച്ഛിക്കുന്നൊരു സിറ്റുവേഷനിലൊക്കെ കാണാം. പുച്ഛിക്കുന്നില്ല, നിങ്ങളെ അവർക്കൊക്കെ ഭയങ്കരമായിട്ടും ഇഷ്ടമാണ്. കാരണം തീരുമാനം എടുക്കുന്നതായിരിക്കാം, റീഡിങ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം. അങ്ങനത്തെ ഉള്ള കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കേൾക്കത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ എടുക്കത്തില്ല എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബട്ട് നിങ്ങൾ നിന്ന് കൊടുക്കും, നിങ്ങളത് കേൾക്കും. മറ്റുള്ളവർക്കൊരു ഹേർട്ടാവുന്ന രീതിക്ക് നിങ്ങൾ ഒന്നും ചെയ്യത്തില്ല. ഇപ്പം മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവാണ്, മറ്റുള്ളവർ പറയുന്ന കാര്യം അവർക്ക് വേദനിക്കുമോ എന്ന് വരെ പറഞ്ഞ് നിങ്ങളത് കാണും, അല്ലെങ്കിൽ നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കും. കാരണം നിങ്ങളെ സംബന്ധിച്ച് ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അടിക്കടി ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കും. മേ ബി റിലേഷൻഷിപ്പ് വരുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം. ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഒരു പൂ വേണമെന്ന് ആ വ്യക്തി ആവശ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൂ മാത്രമല്ല, ആ വ്യക്തി പൂന്തോട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, ആ വ്യക്തിക്ക് എത്ര പൂ വേണമെങ്കിലും അവിടെ നിന്ന് പറിക്കാം. ബട്ട് ആ വ്യക്തി പറിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ആ വ്യക്തി അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുക, ആ വ്യക്തി അത് ഭയങ്കരമായിട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുക, ആ വ്യക്തിക്ക് അത് അറിയാം, ആ വ്യക്തിക്ക് എന്താണ് വേണ്ടതെന്ന്. അപ്പം കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയാലും എന്തായാലും നിങ്ങളത് റിലീസ് ചെയ്യും. നമ്മൾ ആദ്യം നോക്കിയാണൊക്കെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളത് റിലീസാക്കി വിടും. നിങ്ങളത് കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻസ് അത് നിങ്ങൾ എൻഡാക്കാൻ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ അത് ക്ഷമിച്ച് കളയാൻ നിങ്ങളെ സംബന്ധിച്ച് അതറിയാം. എത്ര വലിയ പ്രശ്നങ്ങളായാലും, എത്ര വലിയ സിറ്റുവേഷൻസ് ആയാലും, എത്ര വലിയ നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഹീൽ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് കളയാൻ വേണ്ടി അറിയാം. അത് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ആയാലും എന്ത് സിറ്റുവേഷൻസ് ആയാലും നിങ്ങൾക്കത് എടുത്ത് കളഞ്ഞ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ആവാൻ അറിയാം എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. സെൽഫ് കൺട്രോൾ. ഈവൻ എന്ത് കാര്യത്തിലാണ് നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സെൽഫ് കൺട്രോൾ. അതായത് ഇപ്പം ഡ്രഗ് അഡിക്റ്റ് ആവുന്ന വ്യക്തിയാണ്, കള്ളുകൂടി കഞ്ചാവടി
ഇപ്പോൾ സിഗരറ്റ് വലി അങ്ങനത്തേക്കുള്ള എന്ത് പരിപാടിയും ആണുങ്ങളെ ബോയ്സിനെ സംബന്ധിച്ച്. പെണ്ണുങ്ങളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ സെൽഫ് കൺട്രോൾ ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളുണ്ടായിരിക്കും. ഒരു റിലേഷൻഷിപ്പായിരിക്കാം, ഇന്ന ഫുഡായിരിക്കാം, എന്താ പറയുക, ചില തീരുമാനങ്ങളായിരിക്കാം, അതായത് സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു കൺട്രോളുണ്ട്. നിങ്ങൾക്ക് ഫുഡ് കഴിക്കുന്ന രീതിക്കായിരിക്കാം. ഇപ്പം നിങ്ങൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു കൺട്രോൾ നിങ്ങളെ സംബന്ധിച്ചുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ തീരുമാനം എടുക്കുന്നവരെ നിങ്ങൾക്ക് ആ കൺട്രോൾ ഉണ്ട്. എന്തും കോംപ്രമൈസ് ചെയ്യും. ചില കാര്യങ്ങൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും. കൺട്രോളിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും. ഈവൻ ജോലി അങ്ങനത്തുള്ളതല്ല ഞാൻ പറയുന്നത്. ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കും. റിലേഷൻഷിപ്പിൽ, മക്കൾക്ക് വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ്, ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ ചില ഫാമിലി മെമ്പേഴ്സിനൊക്കെ വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കും. ബട്ട് നിങ്ങൾക്കതൊരു സെൽഫ് കൺട്രോൾ വെച്ചിട്ടായിരിക്കും നിങ്ങളത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു കൺട്രോൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. ഇന്ന പോയിൻ്റ് വരെ പോവാവള്, അല്ലെങ്കിൽ ഇന്ന സിറ്റുവേഷൻ വരെ പോവാള്, അതിനുശേഷം അത് പാടില്ല. ബട്ട് വേറുള്ളവരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സെൽഫ് കൺട്രോളോ കാര്യങ്ങളൊന്നും കാണത്തില്ല. ബട്ട് നിങ്ങൾക്കൊരു കൺട്രോൾ ഉണ്ട്. ഈവൻ സെക്ഷൽ പരമായിട്ടുള്ള സിറ്റുവേഷനിലായാലും നിങ്ങൾക്കൊരു സെൽഫ് കൺട്രോൾ പിടിച്ചു നിർത്താൻ പറ്റും. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അത്രയും പീക്കിൽ പോയിട്ട് അത് വേണം, അല്ലെങ്കിൽ അത് എന്താ പറയുക, പോയി കൊന്നിട്ട് ആ സാധനത്തിന് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് അറിഞ്ഞൂടെ, കൊല അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ഭൂമിയിൽ നടക്കുന്ന കേസുകളാണ് ഞാൻ പറയുന്നത്. അതായത് എന്താണ്, ഇപ്പം സെക്സ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കൊന്നിട്ട് വരിക, അല്ലെന്നുണ്ടെങ്കിൽ പൈസ കിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അറുത്ത് വാങ്ങുക. അതായത് കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു നേച്ചറുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റും. കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കിയിട്ട് ലൈഫിൽ നിന്നിട്ട് ദോശയും സാമ്പാറും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കഴിച്ച് നിൽക്കും. പഴങ്കഞ്ഞിയാണെങ്കിൽ അതും കുടിച്ച് നിൽക്കാനുള്ള സെൽഫ് കൺട്രോൾ നിങ്ങൾക്കുണ്ട്. അല്ലാതെ ഇന്നത് വേണം എന്നുള്ളൊരു സംഭവമില്ല. ഒരു സെൽഫ് കൺട്രോൾ ഉണ്ട്. അതിന് വേണ്ടി മാത്രം പോകത്തില്ല. അതായത് വൾഗറായിട്ട് അതിനുവേണ്ടി മാത്രം നടക്കത്തില്ല. ആ ഒരു സെൽഫ് കൺട്രോൾ നിങ്ങളെ സംബന്ധിച്ചുണ്ട്. അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതായത് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഇരുന്നിട്ട് ഇപ്പം എന്താ ഞാൻ അതിന് എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും പറ്റുന്ന രീതി ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. നല്ല മന്തിയോ അല്ലെങ്കിൽ എന്താ പറയുക നല്ല ബിരിയാണിയോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് വേണ്ട എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നി, നിങ്ങൾക്ക് ആ ഒരു ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നിങ്ങളങ്ങ് ചിന്തിച്ചങ്ങ് എടുത്താൽ മതി എന്താണെന്ന്. അതിന് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ എൻ്റെ എല്ലാ സാധനം കിട്ടുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങളാ മെയിൻ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് മെയിൻലി ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം മോണിറ്റൈസേഷൻ ചെയ്യാൻ അറിയാം. അതായത് നിങ്ങളെല്ലാം നോക്കും. ഒരാളെ നിങ്ങളുടെ ലൈഫിലോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ഭയങ്കരമായിട്ടും പഠിക്കും. ആ വ്യക്തിയുടെ സിറ്റുവേഷൻസ് എന്താണ്, ആ വ്യക്തിയുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്താണ്, ആ വ്യക്തി എന്താണ്, അതിലുപരി എന്താ പറയുക, ആ വ്യക്തിയുടെ എനർജി ആയിരിക്കണം നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നത്. അല്ലാണ്ട് ആ വ്യക്തി കാണാൻ എങ്ങനെയാണ്, ഒരു വ്യക്തിയെ നിങ്ങൾ ലുക്ക് നോക്കി പ്രണയിക്കുന്നു, അല്ലെങ്കിൽ ലുക്ക് നോക്കി നിങ്ങളൊന്നും ചെയ്യത്തില്ല. സ്വഭാവം, മനസ്സ്, അങ്ങനത്തുള്ള സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ അധികം കബളിപ്പിക്കുന്നുമുണ്ട്. നിങ്ങളെ കൂടുതലും കൂട്ടുകാരന്മാർ കബളിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് മനസ്സിലാകുന്നുണ്ടെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലായിക്കൊണ്ട് നിങ്ങളടുത്ത് പെരുമാറുന്നതാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അറിയാം നിങ്ങളിത് മനസ്സിലാക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഒരു ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. ബട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാം എവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ എത്തുമെന്ന്. അതാണ് ആ പോയിൻ്റ് ഇപ്പോഴാണ് കിട്ടിയത്. ആ കൺട്രോൾ നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഭയങ്കരമായിട്ടുള്ളൊരു കൺട്രോൾ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും, ഈവൻ സെക്സ്, ഫുഡ്, എന്ത് കാര്യത്തിലാണ് സെൽഫ് കൺട്രോൾ ഉണ്ട്. എന്താ പറയുക, നിങ്ങൾക്ക് എപ്പോഴും സക്സസ് ഉണ്ടാകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഡൗൺ ടു എർത്താണ്. വാട്ടർ സൈനാണ് നിങ്ങൾ. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് വാട്ടർ സൈനാണ്. തീ കൊണ്ട് ഫ്രണ്ടിൽ നിർത്തിയാലും നിങ്ങൾ അത് ശമിപ്പിക്കാൻ പറ്റും. ആ എനർജിയാണ് നിങ്ങൾക്ക്. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ട്രസ്റ്റാണ്. നിങ്ങളെല്ലാവർക്കും ഭയങ്കരമായ ട്രസ്റ്റാണ്. നിങ്ങൾ അത്രയും കാമായിട്ട് ഒരാളെ ഉപദ്രവിക്കാത്തൊരു പ്യുവർ സോളായിട്ടാണ്, ഒരു പാവം, നിഷ്കളങ്കമായിട്ടുള്ളൊരു വ്യക്തിയാണ്. എത്ര ദേഷ്യപ്പെട്ടാലും എത്ര സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾ മറ്റുള്ളവരുടെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും രാജാവ്, നിങ്ങൾക്ക് എപ്പോഴും സക്സസ് ഉണ്ടാവും. മനസ്സിലാവും. നിങ്ങൾക്ക് എപ്പോഴും ഒരു പദവി, പൊസിഷൻ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. എന്താ പറയുക, നാച്ചുറലുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, പണ്ടൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ പറയുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ട്രഡീഷണലായിട്ട്, അതായത് ഒരു കാലഘട്ടം കഴിഞ്ഞ് വന്ന വ്യക്തികളാണ് നിങ്ങൾ. കാലഘട്ടം കഴിഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും ഈ മറ്റേ പന്തം
പന്തം കത്തിച്ച് നടക്കുക, പിന്നെ അതിനുശേഷം മെഴുകുതിരിയാവുക, അതിനുശേഷം എന്താ പറയുക മറ്റേ ഈ വിളക്ക്, അതിനുശേഷം ലേറ്റ് ആവുക, അങ്ങനെ. അതായത് ഒരുപാട് ജനറേഷൻ, ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് അനുഭവങ്ങളുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ ഒരു ജനറേഷൻ കഴിഞ്ഞ് ഇവിടെ വന്നത് കൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ ഒരു പോയിൻ്റ് അറിയാം, നിങ്ങളുടെ മനസ്സിൽ അത് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ വാല്യൂ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവരെയും വാല്യൂ ഉണ്ട്. താഴ്ന്ന ജാതി, മേൽജാതി, കീഴ്ജാതി എന്നൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. നിങ്ങളെ സംബന്ധിച്ച് മനുഷ്യനായിട്ട് കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഹിന്ദു കമ്പനി ആയാലും മുസ്ലിം കമ്പനി ആയാലും ക്രിസ്ത്യൻ കമ്പനി ആയാലും മനുഷ്യനായിട്ട് കാണാൻ പറ്റും. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സംഭവമില്ല. ബട്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒട്ടാനും പിടിക്കാനും വേണ്ടി ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ, കാരണം അത്ര ജെനുവിൻ ക്യാരക്ടേഴ്സാണ്, ജെനുവിൻ ആയിട്ടുള്ള വ്യക്തികളാണ്. എന്തും കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. എന്ത് സിറ്റുവേഷനിൽ നിങ്ങൾ ട്രസ്റ്റഡ് ആണ് ആൾക്കാർക്ക്, നിങ്ങളെ വിശ്വാസമുള്ളൊരു സിറ്റുവേഷൻ, നിങ്ങൾ ഡൗൺ ടു എർത്തായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഡൗൺ ടു എർത്തായിട്ട് സിറ്റുവേഷൻ നിൽക്കണം. നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ പേടിപ്പിച്ച് സാധനം നേടാനൊക്കെ ആൾക്കാർക്ക് ഒരുപാട് പറ്റും. നിങ്ങളെ ഭയപ്പെടുത്തി, നിങ്ങളെ പാനിക്കാക്കി, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തൊക്കെ ഒരുപാട് ആൾക്കാർക്ക് നേടാൻ പറ്റും. ബട്ട് നിങ്ങളവിടെ നിന്ന് കൊടുക്കും. ബട്ട് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവർക്ക് കൊടുക്കും. കാരണം നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ തലയിലെ കിരീടം യൂണിവേഴ്സിൽ എടുത്ത് മാറ്റി വെച്ചേക്കാണ്. നിങ്ങൾക്കത് വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കി കൊടുത്തോണ്ട്. അപ്പം ആ കിരീടം ഒരു യൂണിവേഴ്സ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങളുടെ ആ കിരീടത്തിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പം അത്രയും പെർഫെക്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രസ്റ്റും കാര്യങ്ങളുണ്ട്. ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിലൊന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളില്ല. നിങ്ങൾക്ക് എപ്പോഴും തണൽ തരാൻ വേണ്ടി നിങ്ങൾക്ക് ഈ യൂണിവേഴ്സ് കൂടെ ഉണ്ട്. എന്ത് പ്രശ്നം കഴിഞ്ഞാലും നിങ്ങൾ അങ്ങനത്തെ ഉള്ള ക്യാരക്ടേഴ്സാണ്. ഓൾമോസ്റ്റ് നിങ്ങൾ പഠിച്ച് കയറി വന്ന, അനുഭവിച്ച് അറിഞ്ഞ് വന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ പട്ടിണി കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വന്ന വ്യക്തികളായതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വാല്യൂസ് അറിയാം, അതിൻ്റെ എക്സ്പീരിയൻസ് അറിയാം. ഒരാളെ വന്ന് സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് എന്താണെന്ന് അറിയാം. നിങ്ങളുടെ ഫ്യൂച്ചറൊക്കെ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടാവും നിങ്ങൾക്ക്. ഇപ്പോൾ കാണുന്ന ഫ്യൂച്ചറോ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന സിറ്റുവേഷൻസിൽ നിന്നും ആയിരിക്കത്തില്ല. നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് തരും. ഇന്ന് കാണുന്ന ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ഒന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഹൈ പൊസിഷനുള്ള എനർജീസുള്ള ആൾക്കാരുണ്ടാവും. കാരണം അത്രയും എനർജി എനിക്കിവിടെ സ്പ്രെഡ് ആവുന്നുണ്ട്, അത്രയും എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ലോ എനർജിയിൽ നിന്നിട്ട് പോലും ഞാൻ എന്താ പറയുക, അത്രയും എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട് നിങ്ങളിൽ നിന്ന്. അപ്പം എന്താ പറയുക, ഒരു പവർഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. എന്താ പറയുക, ഒരു നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു മതത്തിൽ വിശ്വസിക്കരുത്. അതായത് ഇവിടെ ഞാൻ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു മതത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാ മതത്തിലുള്ള ആൾക്കാരും നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഈവൻ ഹിന്ദു മുസ്ലിം നമ്മളങ്ങനെ പറയുന്നില്ല, നമ്മളങ്ങനെ കാസ്റ്റായിട്ട് പറയുന്നില്ല. ഒരുപാട് ലേൺ ചെയ്യാനുണ്ട്. നിങ്ങൾ ഒരുപാട് ലേൺ ചെയ്യുന്നുണ്ട്. ഇന്ന മതം മാത്രമല്ല, ഒരുപാട് മതങ്ങൾ, ഒരുപാട് എക്സ്പീരിയൻസ്. നിങ്ങളെ ലേൺ ചെയ്യൂ, നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യൂ, നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കൂ. നിങ്ങൾക്കുള്ള വിങ്സ്, അതായത് നിങ്ങളുടെ ഡിസിഷനിൽ ഉറച്ചു നിൽക്കൂ. നിങ്ങളെങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ നിൽക്കൂ. ലേൺ ചെയ്യൂ. ഒരുപാട് ലേൺ ചെയ്യുന്ന വ്യക്തികളാണ്, ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്ന വ്യക്തിയാണ്, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. ഓൾമോസ്റ്റ് ക്രിയേറ്റഡ് ആക്കി എഴുതിയിട്ട് തന്നെ നിങ്ങളെങ്ങോട്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് എന്താ പറയുക, നിങ്ങൾ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും. ഭയങ്കരമായിട്ടുള്ള ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം കാര്യങ്ങളും വരും. ദേഷ്യമായിട്ട് മുഖമൊക്കെ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ ചിരിയും കാര്യങ്ങളും പെട്ടെന്ന് വരാത്തൊരു ക്യാരക്ടറായിരിക്കാം. ബട്ട് യു ആർ എ ഏഞ്ചൽ. ഓക്കെ, ദേഷ്യമുള്ള ഏഞ്ചൽ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് മാലാഖയ്ക്ക് ദേഷ്യം വരില്ലേ, മാലാഖയ്ക്ക് ദേഷ്യം വരും. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരാളായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. കാരണം അത്രത്തോളം പവർഫുള്ളാണ് സോൾ, അത്രത്തോളം പ്യുവറാണ്. അതുകൊണ്ട് തന്നെ വിങ്സ് ഉണ്ട് സോളിന്. എങ്ങനെ വേണമെങ്കിലും പറക്കാൻ പറ്റും, ഏത് രീതിക്ക് വേണമെങ്കിലും പറക്കാൻ പറ്റും. അപ്പം ആൾക്കാരുമായിട്ടുള്ളൊരു നിങ്ങൾക്ക് വേറെ സീനൊന്നും വരത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിവൈൻ നിങ്ങളെ ഭയങ്കരമായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. കാരണം ഓൾമോസ്റ്റ് നിങ്ങളെ കൂടെയുള്ള എനർജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉള്ളത്. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് തന്നെ അറിയാം. പിന്നെ ഇതൊക്കെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് റെക്കഗ്നൈസേഷൻ ഒരുപാട് ആൾക്കാർ നിങ്ങളെ ഒരുപാട് അംഗീകരിക്കുന്നുണ്ട്. ആൾക്കാർ നിങ്ങളെ ഒരുപാട് അംഗീകരിക്കുന്ന സിറ്റുവേഷൻ വരും. ഭയങ്കര വിൽ പവറാണ് നിങ്ങൾക്ക്, ഭയങ്കര വിൽ പവറും കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു വിക്ടറിയും സക്സസും എല്ലാം ഫ്യൂച്ചറിൽ വരുന്നുണ്ട് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെയാണ് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. ബട്ട് ഇനിയും ഒരുപാട് പറയാനുണ്ട്. ബട്ട് ടൈം നമുക്ക് ഇതാവത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്യാൻ ആൾക്കാർ റീഡിങ്ങിലോട്ട് പോകാമേ. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. അതായത് ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് പൈൽ, ഈ ഒരു പൈൽ. അപ്പം മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആവുന്ന കാര്യങ്ങൾ എന്താണ്,
അതാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് പൈൽ ഓക്കെ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് പൈലിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ട്. സെക്കൻഡ് പൈൽ ഇത് കഴിഞ്ഞതിന് ശേഷം മിക്കവാറും ഒന്നുകൂടെ എടുക്കേണ്ടി വരും. ഓക്കെ, കാർഡ്സ്. അപ്പം സെക്കൻഡ് പൈൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയർ എനർജിയാണ്. ഫയർ എനർജി എന്ന് പറയുന്നത് എനർജറ്റിക് ആണ്. ഭയങ്കരമായിട്ടും കാര്യങ്ങൾ എനർജറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു തരം ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളൊരു കിങ് ആണ്. എന്താ പറയുക, നിങ്ങൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും, നിങ്ങളിനിപ്പോൾ എത്ര കൊള്ളൂലെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് നല്ല തടിയായിരിക്കാം, നല്ല ബ്ലാക്ക് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് എന്ത് ബാക്കിയുള്ളവർ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു നെവർ മൈൻഡാണ്. നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങളിടുന്ന ഡ്രസ്സിങ് രീതി ആയാലും, നിങ്ങൾ അടിക്കുന്ന അത്തറായാലും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളിലും നിങ്ങൾ കംഫർട്ട് സോണിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. കംഫർട്ട് സോണിൽ ജീവിക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കംഫർട്ട് സോൺ ആക്കി മാറ്റിയതാണ് നിങ്ങളുടെ ലൈഫ്. അത്രത്തോളം ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുന്ന ഒരു തരം ക്യാരക്ടറാണ്. മെറ്റീരിയലിസ്റ്റിക് ആണ്. എന്താ പറയുക, പവർഫുൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആരുടെ മുന്നിലും അങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷനിൽ ഉള്ളൊരു വ്യക്തിയല്ല. ഇൻ്റലിജൻ്റ്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരുപാട് കഴിവുണ്ട്. ഈവൻ ഡാൻസ് കളിക്കുന്ന വ്യക്തികളായിരിക്കാം, പാട്ട് പാടുന്ന വ്യക്തികളായിരിക്കാം, അതുപോലെ തന്നെ എന്താ പറയുക, ആർട്സ്, സ്പോർട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കലകൾ, അതുപോലെ തന്നെ എന്താ പറയുക, ആക്ടിങ്, ഇന്നർ സ്ട്രെങ്ത്, ഇന്നറായിട്ടുള്ള പാഷൻസ്, ഇന്നറായിട്ടുള്ള ഒരുപാട് കഴിവുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ആൾക്കാർക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള, ആൾക്കാർക്ക് ഒരുപാട് എന്താ പറയുക, സംസാരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് അടുത്തിരിക്കണം, ഒരുപാട് എന്താ പറയുക, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വൈബ് തോന്നുന്ന ഒരു വ്യക്തികളാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ്. അതിന് വേറൊരാളുടെ ഉപദേശം അല്ലെങ്കിൽ വേറൊരാൾ വന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് അറിയാം വ്യക്തമായിട്ട് നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, ഒരു ക്യൂൻ അല്ലെങ്കിൽ ഒരു കിങ് എനർജി. കാരണം 2 കാർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ക്യൂണിൻ്റെ 2 എനർജി, ക്യൂണിൻ്റെയും കിങ്ങിൻ്റെ ഫയർ എനർജി ആയിട്ടുള്ള 2 കാർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഒന്ന് വന്നെങ്കിലും കുഴപ്പമില്ല, എന്ന് 2 കാർഡ് വന്നെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉറപ്പിക്കാം ഇറ്റ്സ് എ കിങ് അല്ലെങ്കിൽ ക്യൂൺ തന്നെയാണ് ഹിസ് അല്ലെങ്കിൽ ആളുടെ ആളുടെ ലൈഫിൽ ഇൻ്റലിജൻ്റായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവുള്ള, ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർഫുള്ളായിട്ട് ആരെയും മനസ്സ് വേദനിപ്പിക്കാണ്ട് പീസായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന, ക്യൂട്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്ന, ക്യൂട്ടായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചെടുക്കാൻ പറ്റുന്ന, എന്നാൽ പൊസിഷൻ ഒന്നും ആർക്ക് വേണ്ടിയും വിട്ടുകൊടുക്കാത്ത, സ്വന്തം കഴിവിൽ ട്രസ്റ്റുള്ള, എന്താ പറയുക, എന്ത് ഡ്രസ്സ് വേണമെങ്കിലും നിങ്ങളോടും, എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കും. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് തീരുമാനങ്ങളെടുക്കും. നിങ്ങളുടെ ക്യൂട്ട്നെസ് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളുടെ ഹെയർ, അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ ചിരി, എക്സാക്റ്റ് നിങ്ങളുടെ ചിരി, നിങ്ങൾ ചിരിക്കുന്ന നിങ്ങളുടെ ചിന്നിൻ്റെ ചിരിയുണ്ട്, അതായത് നിങ്ങളുടെ ഒരു ഐശ്വര്യമുള്ള ചിരി. നിങ്ങൾ ഫാറ്റായിരിക്കാം, നിങ്ങൾ സ്കെൽറ്റായിരിക്കാം, നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ പോകുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്കൊരു ഐശ്വര്യമുണ്ട്, ഒരു എന്താ പറയുക, ഒരു എടുപ്പ്, എന്താ പറയുക, ഒരു പെർഫെക്റ്റാണ്. ഏത് രീതിയിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾ പെർഫെക്റ്റാണ്. ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കാം, ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കാം. ആൾക്കാരിൽ പോസിറ്റീവ് കൊടുക്കാൻ പറ്റുന്ന ഒരു തരം ക്യാരക്ടറായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കര പോസിറ്റീവായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് മാത്രമായിരിക്കാം നിങ്ങൾ ലൈഫിൽ കൂടുതലും അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത്.
നിങ്ങൾ എവിടെയായാലും ഭയങ്കര കംഫർട്ടായിരിക്കും ആരുടെ കൂടെ ആയിക്കഴിഞ്ഞാലും. അതായത് ഒരു എക്സ്ട്രാ ഓർഡിനറിയാണ്. എന്താ പറയുക, ഒരു ഇൻട്രോവർട്ട് ക്യാരക്ടറായിട്ട് കാണുന്നില്ല, ഒരു എക്സ്ട്രോവർട്ടായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആൾക്കാരടുത്തൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുക, ഒരു പബ്ലിക്കിലേക്ക് ഭയങ്കരമായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിവുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് ഉള്ളൊരു കഴിവായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു കാര്യത്തിനും ഡിറ്റർമിൻ്റൊക്കെ ഉണ്ട്, ഡിറ്റർമിൻറ്റേഷൻ. അതായത് ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിച്ച് അത് എന്താണെന്ന് മനസ്സിലാക്കി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ട് കൊണ്ടുപോകാനുള്ള പവറും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഈവൻ നിങ്ങളുടെ ഒരു ക്യൂട്ട്നെസ്, ഈവൻ നിങ്ങളുടെ പല രീതിക്കുള്ള കഴിവുകളും, ഈവൻ നിങ്ങൾ പാട്ട് പാടുന്ന ആളായിരിക്കാം, ഡാൻസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആർട്സ്, സ്പോർട്സ് എന്നൊക്കെ സംബന്ധിച്ചുള്ള കുറേയധികം നിങ്ങളുടെ എനർജി ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഓറ പവറുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ആൾക്കടുത്ത് സംസാരിക്കാനും നിങ്ങൾക്ക് ആൾക്കടുത്ത് എങ്ങനെ പെരുമാറണമെന്നും എന്ന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒളിഞ്ഞും മറഞ്ഞും ഇരുന്ന് സ്നേഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. എന്താ പറയുക, വെൽ സെറ്റിൽഡ് ആയിട്ടൊരു പൊസിഷൻ ഇരിക്കുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അത് നിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളൊരു തോന്നലില്ലാത്ത വ്യക്തികളാണ് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങളുടെ ഡിസിഷൻ പ്രാക്ടിക്കൽ ലൈഫിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് ഇൻ്റലിജൻ്റായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് എടുത്തു കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഓവറായിട്ട് വലിയ ചിന്തകളോ കാര്യങ്ങളൊന്നും ചിന്തിക്കത്തൊന്നുമില്ല. ഓവറായിട്ട് ചിന്തിച്ച് തല പുണ്ണാക്കി നിൽക്കുന്നൊരു സിറ്റുവേഷൻസിലാണ്. വേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എടുക്കത്തുള്ളൂ. വേണ്ടാത്തൊരു കാര്യത്തിനും സിറ്റുവേഷൻസിലും ഒന്നും നിങ്ങളങ്ങനെ പെട്ട് നിൽക്കുന്നൊരു വ്യക്തികളായിട്ട് കാണുന്നില്ല. എൻ്റെ എന്താ പറയുക, ജോലി, അതൊക്കെയാണ് കൂടുതൽ ആഗ്രഹം. സ്പിരിച്വൽ ലെവലിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ജോലി, കരിയർ സെറ്റാക്കണം, നന്നായിട്ട് ഇവിടെ അങ്ങ് ജീവിച്ചു പോകണം, ഫാമിലി സെറ്റാക്കണം, ഫാമിലിയോട് അടിച്ചു പൊളിച്ച് ജീവിക്കണം, ഇവൻ എന്താ പറയുക പല പല രാജ്യങ്ങൾ കാണണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉള്ള വ്യക്തികളായത് കൊണ്ട് തന്നെ ഇതൊക്കെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ എന്താ പറയുക, നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ നിങ്ങൾ അസൂയപ്പെടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നിങ്ങൾ അസൂയപ്പെടുന്ന രീതിക്കുള്ള ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാം. ബട്ട് ഇവിടെ വരുന്നൊരു ഫസ്റ്റ് കിട്ടുന്നൊരു എനർജി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളൊരു എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്യൂട്ട്നെസ്, ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഭയങ്കര ഓറ പവർ ഉള്ളൊരു എനർജി ആയിട്ടാണ്. നിങ്ങൾ ആരെയും തെറ്റ് ചെയ്യാനും പോകത്തില്ല, നിങ്ങൾ ആരോടും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിലും പോകത്തില്ല. അങ്ങനത്തെ ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങളിലോട്ട് ഒരുപാട് വ്യക്തികൾ നിങ്ങളിലോട്ട് അടുക്കാനുള്ള ചാൻസ് നിങ്ങൾ, കാരണം ഓൾമോസ്റ്റ് സോൾ അവേക്കനിങ് ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് പർപ്പസൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ ജന്മത്തിനും എല്ലാ സമയത്തും പർപ്പസൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നിൽക്കുന്ന കുറേയധികം എനർജീസിന് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇൻസ്പയർ ആവുന്നുണ്ട്. നിങ്ങൾ പല ആൾക്കാർക്കും നിങ്ങൾ ഇൻസ്പയർ ആയിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു ചാർമിങ് സ്റ്റാറാണ്. അതായത് എന്താ പറയുക, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളത് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പവർ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കിവിടെ അറിയാൻ പറ്റുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. ബട്ട് അതെനിക്കറിയാൻ പറ്റുന്നുണ്ട്. എന്താ പറയുക, നിങ്ങളെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. മാനിഫെസ്റ്റേഷൻ സ്കില്ലൊക്കെ നിങ്ങളെ സംബന്ധിച്ച് പുഷ്പം പോലെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ കയ്യിലൊരു പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രം ഉള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പവർഫുള്ളായിട്ടൊരു സംഭവം നിങ്ങളുടെ കയ്യിലുണ്ട്, ഒരു സോൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. ആ ഒരു സോളിനെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളങ്ങനെ നെഗറ്റീവായിട്ടുള്ള ആരെയും അടുപ്പിക്കാത്തൊരു സ്വഭാവക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ പറയുക, മറ്റുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം, നിങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ അങ്ങനത്തുള്ളൊരു ക്യാരക്ടറാണ്, നിങ്ങൾ അങ്ങനത്തുള്ളൊരു സിറ്റുവേഷൻ നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആൾക്കാരൊക്കെ എന്താ പറയുക, നിങ്ങളുടെ സോൾമേറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അതായത് നിങ്ങളുടെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ കൂടുതലും വരാൻ ചാൻസ് ഉള്ളൂ. അതായത് എന്താ പറയുക, ഒരു
ഭയങ്കരമായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളൊരു കഴിവ് നിങ്ങളുടെ ലൈഫ് തന്നിട്ട് ഇങ്ങോട്ട് വിട്ടേക്കുന്ന ഒരു ആൾക്കാരായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളിവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട്? ഇത് കാണുന്ന കുറേയധികം ടാറോ കാർഡ് റീഡേഴ്സ് ഉണ്ടാവാം, ഇത് കാണുന്ന ഒരുപാട് കലാപരമായിട്ടുള്ള ആൾക്കാരുണ്ടാവാം, ഇത് കാണുന്ന ഒരുപാട് കഴിവുള്ള ഹൈ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരുണ്ടാവാം, ഇത് കാണുന്ന ഒരുപാട് ബിസിനസ് പരമായിട്ടുള്ള മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നതായിരിക്കും, ടീച്ചറായിരിക്കാം, ഒരുപാട് കഴിവുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കരമായിട്ടും ജേർണലിസ്റ്റ്, അങ്ങനെ എന്താ പറയുക ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള കഴിവുള്ള ആൾക്കാരായിരിക്കാം സെക്കൻഡ് ബെൽ ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്കിവിടെ ആ ഒരു എനർജി നന്നായിട്ട് കിട്ടുന്നുണ്ട്, പവർഫുള്ളായിട്ട് എനിക്ക് എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. അത്രയും എന്താ പറയുക കാര്യങ്ങളോട് ഗൗരവം ഉള്ള ഒരാൾക്കാരാണ്. എന്താ പറയുക നിങ്ങൾ എന്തൊക്കെ വന്നാലും നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ സ്റ്റേബിൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾ സ്റ്റേബിളാണ്. കാരണം കാർഡ്സ് ഒന്നും നിങ്ങളെക്കുറിച്ച് തെറ്റി പറയുന്നില്ല. കാർഡ്സ് എല്ലാം നിങ്ങളെക്കുറിച്ചിട്ട് നല്ലത് മാത്രമേ ഉള്ളൂ. ഓപ്പോസിറ്റ് വേറെ ആർക്കും നിങ്ങളെക്കുറിച്ച് അങ്ങനെ നെഗറ്റീവോ കാര്യങ്ങളോ പറയാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ പറയുന്നില്ല നിങ്ങളെക്കുറിച്ച് എല്ലാവരും പോസിറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. മേ ബി നിങ്ങൾ ഒരുപാട് തെറ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് പൈലും സെക്കൻഡ് പൈലും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. എന്താ പറയുക ഇത് എന്ന് പറയുന്നത് മെജീഷ്യൻ കാർഡുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക പവർഫുള്ളായിട്ടുള്ള ഓറ ഉള്ള ആൾക്കാരുണ്ട്, പവർഫുള്ളായിട്ടുള്ള എന്താ പറയുക മൈൻഡ് കൊണ്ട് കളിക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ട്, എക്സ്ട്രാ ഓർഡിനറി പല പല കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് സെക്കൻഡ് ബെൽ ചൂസ് ചെയ്തിരിക്കുന്നതിൽ ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ആരും വിലയിരുത്തുന്ന സിറ്റുവേഷൻ ഇവിടെ കാണാൻ പറ്റുന്നില്ല. നിങ്ങളെക്കുറിച്ച് എന്താ പറയുക ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ നിങ്ങളെ സംബന്ധിച്ച് തെറ്റോ കുറ്റങ്ങളോ ഒന്നുമില്ല. നിങ്ങളിൽ ആകൃഷ്ടനായി വരുന്ന ആൾക്കാരാണ് ഇവിടെ ഒരുപാട്. നിങ്ങളിൽ ആകൃഷ്ടനായി വരുന്നത് മേ ബി ഈവൻ നിങ്ങളെ ആകാര വടിവായിരിക്കാം, നിങ്ങളുടെ ഫിസിക്കായിരിക്കാം, നിങ്ങളുടെ സെക്ഷൽ ബോഡി ആയിരിക്കാം, നിങ്ങളുടെ ഓരോരോ പാർട്സ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ഡ്രസ്സിങ് രീതിയായിരിക്കാം, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓരോരോ എന്താ പറയുക പാത്തായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ആയിരിക്കാം. ഇതെല്ലാം ആൾക്കാരെ ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. ഫയർ എനർജിയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് കിങ് ആണ്. അതായത് നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ മറ്റുള്ളവരെ നോക്കി ഒന്നും ചെയ്യുന്നൊരു വ്യക്തികളല്ല നിങ്ങൾ. നിങ്ങളുടെ ലൈഫിൽ എന്താണോ വേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷനാണ് വേണ്ടത്, അതാണ് നിങ്ങൾ കൂടുതലും പെർഫെക്റ്റ് എന്നാണ്. ഇത് മനസ്സിലാക്കാതെ പോകുന്ന ചില എനർജീസുകളാണ് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോയിട്ട് ഡൗണായി നിൽക്കുന്നതും ലക്ഷ്യം എന്തെന്നറിയാതെ പെട്ട് നിൽക്കുന്ന ആൾക്കാരുമൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ബട്ട് ഞാൻ പറയുന്നത് എനർജി വെച്ചിട്ടാണ്. നിങ്ങളുടെ എനർജി ഇതാണ്, ഈ എനർജിയാണ് നിങ്ങൾക്കുള്ളത്, ഈ സിറ്റുവേഷനിലുള്ള എനർജിയാണ് നിങ്ങളുടെ ലൈഫിലുള്ളത്. അപ്പം എനിക്കിവിടെ വന്നിരിക്കുമ്പം എനർജിനെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ സിറ്റുവേഷൻസ് എല്ലാം ഇവിടെ എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഇന്നർ ഇതാണ്. പുറമേ നിങ്ങളിപ്പോൾ എന്ത് കാണിക്കുന്നു, പുറമേ നിങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് നിങ്ങളുടെ ഇന്നർ ഇതാണ്. നിങ്ങൾ ഒരു 10 ദിവസം നിങ്ങൾ മറ്റുള്ള കംഫർട്ട് സോണിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഇതാണ് നിങ്ങൾ. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഇന്നർ ഇവിടെ ഒരുപാട് എനർജി മാറി കയറുന്നുണ്ട്. ബട്ട് അതിനനുസരിച്ച് ഞാനും ഇങ്ങനെ മാറും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുവത്വം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളാണ്. യുവത്വം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് നിങ്ങളങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഡീലിങ്സോ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസോ ഇല്ല. നിങ്ങളെ കാണുന്ന എല്ലാവരും പറയുന്നത് എങ്ങനെയായിരിക്കും ഇങ്ങനെ ക്യൂട്ട്നെസ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇങ്ങനെ യുവത്വം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഗ്ലാമർ ലുക്ക് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കാം സെക്കൻഡ് ബെൽ ചൂസ് ചെയ്ത് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ആ ബോഡി, നിങ്ങളുടെ സ്പിരിറ്റ്, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഓറ ക്ലെൻസ് ചെയ്ത് പോകുന്നത്. അപ്പം ഏജിന് അനുസൃതമായിട്ടുള്ള ബോഡിയോ കാര്യങ്ങളോ ഫിസിക്കോ ഗ്ലാമറോ ഐശ്വര്യമോ ആയിരിക്കത്തില്ല. ചൈൽഡ്ഹുഡ് ആയിരിക്കണം കൂടുതൽ നിങ്ങളുടെ ഫേസിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത്. ചൈൽഡായിരിക്കും, ഒരു ചൈൽഡിഷ് ക്യാരക്ടറാണ് നിങ്ങൾ. എപ്പോഴും ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം. അത് ആൾക്കാരെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുത്തുന്നുണ്ട്. അത് ആൾക്കാരെ ഭയങ്കരമായിട്ടും വൈബ്രൻ്റ് ആക്കുന്നുണ്ട്. ഒരാളെ സംസാരിക്കാൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിയുമായിട്ടുള്ളൊരു പൂർണ്ണ സംസാരത്തിലോട്ട് എത്തുന്ന സമയത്ത് നിങ്ങളുടെ ലൂപ്പിൽ ആക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. കാരണം ആ ഒരു ചൈൽഡിഷ് ക്യാരക്ടറാണ് നിങ്ങൾക്ക്. അത് നിങ്ങൾ എത്ര ഏജ് ആയി കഴിഞ്ഞാലും, എത്ര ഒരു 100-99 വയസ്സായി കഴിഞ്ഞാലും ആ ചൈൽഡിഷ് ക്യാരക്ടറിൽ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ആ ഒരു യുവത്വം, ആ ഒരു ചൈൽഡിഷ്, ആ ഒരു ബിഹേവിയർക്ക് അങ്ങനെ ആക്കി നിർത്തിയിരിക്കുകയാണ്. ഭയങ്കര പോസിറ്റീവ് എനർജി, എല്ലാവരുമായിട്ടും അടുത്ത് നിൽക്കാൻ പറ്റുന്നൊരു എനർജിയാണ്. എല്ലാവരുമായിട്ടും എന്ത് കാര്യം കൺവീൻസ് ചെയ്ത് നിങ്ങൾക്ക് ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് അടുക്കാൻ പറ്റും. നിങ്ങളിലോട്ട് ആൾക്കാർ ഒഴുകും.
നിങ്ങളിലോട്ട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള പവർഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസാണ്. ഈവൻ നിങ്ങൾക്കിങ്ങനെ ജാതി, മതം, എന്താ പറയുക, വർഗം, വർണ്ണം, ഭാഷ, എന്താ പറയുക, ജീവികൾ, അങ്ങനത്തെ ഉള്ള ഒന്നിനോടും വലിയതൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രമായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഇന്നതിനെ മാറ്റി നിർത്തണം, ഇന്നതിനെ ഒഴിവാക്കി നിർത്തണം, അല്ലെങ്കിൽ അതങ്ങനത്തെ കാറ്റഗറി, ഇതിങ്ങനത്തെ കാറ്റഗറി, അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസുള്ള മൈൻഡേ നിങ്ങൾക്കില്ല. നിങ്ങളെ കാര്യം നോക്കി കൂടുതലും ഫോക്കസായി പോകുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, എല്ലാവർക്കും നിങ്ങളെ ഒരുപാട് കാര്യമാണ്. സെക്കൻഡ് ബൈ നിങ്ങളുടെ ഫാമിലി ലവ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലുണ്ടാവുന്ന ലവ് കണ്ടിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന ബ്ലെസ്സിങ്സ്, വാട്ടർ സൈനാണ് കാണുന്നത്. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫാമിലി നന്നായിട്ട് പോവേണ്ട ഒരു ഹാപ്പിനെസ് ആയിട്ട് പോവേണ്ട ഒരു ഫാമിലി ലൈഫൊക്കെ ഉള്ള വ്യക്തികളായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ തന്നെ പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ പോകണം. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ അങ്ങനെയാണ് കാണുന്നത് നിങ്ങളെ സംബന്ധിച്ച്. ഓക്കെ, അപ്പം എന്താ പറയുക, ആ ഒരു എനർജിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ലൈഫിൽ. ഒരുപാട് ആൾക്കാരെ നിങ്ങളങ്ങനെ അടുപ്പിക്കത്തുമില്ല, ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നിൽക്കത്തില്ല. ഫസ്റ്റ് പേര് ചൂസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഒരുപാട് ലൈഫിലൊക്കെ നിൽക്കും ആൾക്കാർ. ബട്ട് ഇതങ്ങനെ നിൽക്കുന്ന ആൾക്കാരല്ല. നിർത്തേണ്ട രീതിക്ക് നിർത്തി കാര്യങ്ങൾ പറഞ്ഞ് കിട്ടേണ്ട സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണ്. അതായത് ഒരു കടയിൽ ചെന്നിട്ട് ഒരു സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സാധനം മാത്രം മേടിച്ചുകൊണ്ടെങ്കിൽ പോകും. ആ കടക്കാരൊരു കമ്പനിക്ക് കാര്യങ്ങളൊന്നുമില്ല. ബട്ട് അവർ വരാൻ നോക്കും നിങ്ങളുടെ അടുത്തോട്ട് കണക്റ്റഡ് ആയിട്ട്. അവർക്കാണ് നിങ്ങളെ കൊണ്ട് ആവശ്യം. നിങ്ങൾക്ക് അവരെ കൊണ്ട് ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊരു വലിയൊരു സിറ്റുവേഷൻസ് ഒന്നും അല്ല. നിങ്ങൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് എക്സ്പീരിയൻസിൽ കടന്നു വന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ നോ നീഡ് ടു വെറി, ഒന്നും വെറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളങ്ങനെ വെറി ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസിലുള്ള ആൾക്കാരല്ല. കൂടുതലും നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്. അപ്പം ലൈഫിൽ നിന്നും എന്ത് ഇഷ്യൂസായി ലൈഫിൽ നിന്നും പോയി കഴിഞ്ഞാലും നിങ്ങൾക്കത് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളതായിട്ട് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ മേ ബി അത് ഭയങ്കര സംഭവമായിട്ട് എടുക്കും. ബട്ട് നിങ്ങൾക്ക് ആ ടൈം മാറുന്ന സമയത്ത് നിങ്ങളത് സിമ്പിളായിട്ട് എടുക്കും. നിങ്ങൾക്കതറിയാം. ഒരു ടൈം വരെ ഉള്ളൂ നിങ്ങൾക്ക് ആ പ്രശ്നം, നിങ്ങൾക്കൊരു സമയം വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രീമും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അതിനനുസരിച്ച് യൂണിവേഴ്സ് നിങ്ങളെ പണിത് വെച്ചിരിക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാനിഫെസ്റ്റേഷനൊക്കെ നിങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മറ്റുള്ളവരെ സംബന്ധിച്ച് അവർക്കത് ഭയങ്കരമായിട്ടും ഇഷ്ടമാണ്. ഞാൻ ഇതൊക്കെ പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന രീതിയാണ് കേട്ടോ. ഞാൻ മറ്റൊരാളായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ പറയുന്നത്. വേറൊരാളായിട്ട് ഞാൻ നിന്നുകൊണ്ടാണ് ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് റിയലൈസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെ ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് പറയാൻ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ട്, ഫയറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് പെട്ടെന്ന് ഡൗൺ ആവുകയും ചെയ്യും. അതിനനുസരിച്ച് തന്നെ ഓവർ വർക്ക് എടുക്കും. നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇൻബാലൻസ്ഡ് ആയിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ മുതലെടുക്കാനും ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻബാലൻസ്ഡ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. നിങ്ങൾ ആരാണ് എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ പോലും നിങ്ങളുടെ ഒരു സെക്കൻഡ് ക്യാരക്ടറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഒരു എന്താ പറയുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ്, അതൊക്കെ ചില സമയത്ത് നിങ്ങളെ ചതിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇൻറ്റ്യൂഷൻസ് സംഭവങ്ങളൊക്കെ നിങ്ങളെ പെടുത്തുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് യൂണിവേഴ്സലായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു എനർജി ആയിട്ട് മാത്രം കണ്ടാൽ മതി. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഇരിക്കുന്ന പൊസിഷൻ, നിങ്ങളുടെ പേഷ്യൻസ്, എന്താ പറയുക, നിങ്ങൾ ആരെടുത്തും അടുക്കാതെ നിങ്ങൾ പോകുന്ന ആ ഒരു വേ, അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക നെഗറ്റീവും പോസിറ്റീവും തിരിച്ചറിഞ്ഞ് പെരുമാറാനുള്ളൊരു കഴിവ്, പൈസ യൂസേജ്, അത് മാനിഫെസ്റ്റേഷൻ, വരുന്ന ആഗ്രഹങ്ങൾ, ലൈഫിൽ വരുന്ന ഒരുപാട് സംഭവങ്ങൾ, അതൊക്കെ ഒരുപാട് ആൾക്കാർ നിങ്ങളിൽ അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഒരുപാട് പേര് നിങ്ങളിൽ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇതാവുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ബാക്കിയുള്ളവർക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ട്രാൻസ്ഫർമേഷനാണ്. അതായത് സഡൻലി ടക്കനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർമേഷൻ ആവാൻ പറ്റും. എന്ത് സിറ്റുവേഷനിലായാലും എന്ത് പ്രശ്നങ്ങളായി കഴിഞ്ഞാലും ടക്കിനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർമേഷൻ ആയി കഴിഞ്ഞു. ആ ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് അത് നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ നിന്നും എൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ പിന്നെ നിങ്ങൾ അങ്ങോട്ട് കടന്നു പോകത്തേയില്ല.
അത് നിങ്ങൾക്കൊരു ട്രോമയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്കത് അറിയാം, ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ചേരത്തില്ല. ആ ഒരു ഫ്രണ്ട് ആയിക്കഴിഞ്ഞാലും ആ ഒരു ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അങ്ങോട്ട് പോകത്തില്ല. കാരണം അത് നിങ്ങൾക്കറിയാം, അത് പ്രശ്നമാണ്, അത് ഇഷ്യൂ ആണ്, അത് എനിക്ക് പറ്റിയതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് ആ ഒരു സമയം നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എൻഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു തുടക്കം വരാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. കാരണം ആ സമയത്തൊക്കെ നിങ്ങൾ ഇംബാലൻസ്ഡ് ആയിട്ട് പല രീതിക്ക് നിങ്ങൾ പല സിറ്റുവേഷനിൽ പോകും. കാരണം അത്രത്തോളം വൾഗറായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അത്രത്തോളം വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ അത്രത്തോളം ഭയങ്കരമായിട്ടും പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു എനർജിക്ക് ഒരു നെഗറ്റീവ് വരുന്നൊരു സിറ്റുവേഷനിൽ ആ വ്യക്തി ഭയങ്കരമായിട്ട് ഡൗൺ ആയി കംഫർട്ട് സോണൊക്കെ പൊളിഞ്ഞ് വന്ന് നിങ്ങൾക്ക് കുറേയധികം ഡിപ്രഷൻ, കുറേയധികം നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് പിന്നീട് ആ വ്യക്തി, അതായത് ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നീട് അങ്ങോട്ട് കടക്കത്തില്ല. അത് പാഠം പഠിച്ച വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഒരുപാട് ഓവർ വർക്ക് എടുക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യും. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഭയങ്കര ഒരു ഹോപ്പുണ്ട് കേട്ടോ. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഹോപ്പും കാര്യങ്ങളും ഉള്ള ഫയർ എനർജിയാണ്, കത്തി നിൽക്കും ഇങ്ങനെ. പക്ഷേ വീഴ്ച എന്ന് പറഞ്ഞാൽ ഒറ്റ വീഴ്ചയാണ്, പിന്നെ അങ്ങോട്ട് ഭയങ്കര പാടാണ് എണീക്കാൻ വേണ്ടിയിട്ട്. അതൊരു സിറ്റുവേഷനിലായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫയർ എനർജിയാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യും, ബട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോകുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് കാലിബറും ഒരുപാട് ഡ്രീമും കാണുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരും എന്നും ആൾക്കാർക്കറിയാം. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെക്കുറിച്ച് അറിയാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ ഒരുപാട് ഓവർ വർക്ക് ചെയ്യും, നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ആവും, ചില സമയങ്ങളിൽ നിങ്ങൾ ഇൻബാലൻസ്ഡ് ഇല്ല എന്നൊക്കെ ആ വ്യക്തിക്ക് അറിയാമെന്നുള്ള ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്ത് കളയണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് എടുത്ത് കളയാൻ പറ്റും. മറ്റുള്ളവർ അത് അസൂയപ്പെടുന്നുണ്ട്. അതായത് എങ്ങനെ നിനക്ക് പറ്റുന്നു ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങനെ നിനക്ക് പറ്റുന്നു ഇത്രയും, കാരണം നിങ്ങളുടെ നെഗറ്റീവ് ആരും കാണുന്നില്ല, നിങ്ങളുടെ പോസിറ്റീവ് മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ. നിങ്ങളുടെ നെഗറ്റീവ് പരമായിട്ടുള്ള ഇഷ്യൂസും നെഗറ്റീവ് പരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ആൾക്കാർ കാണുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. ഭയങ്കര ഫ്ലുവൻസ് ആയിട്ട്, ഭയങ്കര ഡ്രീം ആയിട്ട്, ഭയങ്കരമായിട്ടും എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടും ഒരു കാര്യമായിട്ട് സംസാരിക്കാൻ കെൽപ്പുള്ള ഒരാളായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സീരിയസ് ആണെങ്കിൽ സീരിയസ്, തമാശയാണെങ്കിൽ തമാശ, ആ ഒരു എനർജിക്ക് അനുസരിച്ച് പോകാൻ വേണ്ടി മാത്രം കെൽപ്പുള്ള. ഇപ്പോൾ ഫാമിലി ലൂപ്പാണിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഫാമിലിയുമായിട്ട് പോകും. റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പ്, കരിയർ ആണെങ്കിൽ കരിയർ. ബട്ട് ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇത് നൈസ് സ്വഭാവമാണ്. അല്ലാതെ എല്ലാത്തിലും ഒരേ സ്വഭാവം, എപ്പോഴും തമാശ, അതുമാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് ഓരോ ടൈമിനനുസരിച്ചും ഓരോ സിറ്റുവേഷനനുസരിച്ചും മാറാനുള്ള ട്രാൻസ്ഫർമേഷൻ, അതാണ് ഞാനിവിടെ പറഞ്ഞ ട്രാൻസ്ഫർമേഷൻ ഫ്രീഡം. അത് നിങ്ങളുടെ സോളിനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം റിലീസ് ചെയ്ത് കളയാൻ ഒരു ഹീലറാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് ഹീൽ ചെയ്ത് കളയാൻ പറ്റും. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, എന്താ പറയുക, നിങ്ങളുടെ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പല ആൾക്കാർക്കും വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ടൈം ആയിരിക്കാം, മേ ബി നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കാര്യമായിരിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിരിക്കണം. ഞാൻ ഒരുപാട് ബിരിയാണി എന്ന് പറയുന്നുണ്ട്, കഴിഞ്ഞ എല്ലാ വീഡിയോസിലും ബിരിയാണി. ഓക്കെ, ബിരിയാണി കഴിക്കാതിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു ചിക്കൻ കാല്, ലെഗ് പീസ് കിട്ടി. അത് നിങ്ങളുടെ ഫ്രണ്ട് ആവശ്യപ്പെട്ടാലും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ആവശ്യപ്പെട്ടാലും നിങ്ങൾ അതെടുത്ത് കൊടുക്കും. എന്നിട്ട് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അവരുടെ സന്തോഷമാണ്. ഇപ്പം എന്താ പറയുക, ഒരു പൂന്തോട്ടത്തിൽ പോയിട്ട് ആ പൂ നിൽക്കുന്ന ഭംഗി നിങ്ങൾ ഒരിക്കലും ആസ്വദിക്കത്തില്ല. അത് പറിച്ച് കയ്യിൽ വെക്കാനേ നോക്കത്തുള്ളൂ. അത് കയ്യിലിരിക്കുന്നിട്ട് അത് വാടിപ്പോണം.
അപ്പം നിങ്ങൾക്ക് ആ ഒരു സമയത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അത് ഇവിടെ ആൾക്കാർക്കും അറിയാം നിങ്ങളെ സംബന്ധിച്ച്. ആ ഒരു സന്തോഷം, ആ ഒരു ടൈമിലെ സന്തോഷത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യും. അത് നിങ്ങൾക്ക് പിന്നീട് ഒരു പണിയായിട്ട് വരും. മേ ബി എടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കാം, എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കാം, എടുക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അത് നിങ്ങൾക്കൊരു പണിയായിട്ട് വരുമോ എന്നുള്ളൊരു സംഭവം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ട്. ജോലി ഇല്ലാതെ ഇരിക്കൽ, അതുപോലെ തന്നെ ചില ഇഷ്യൂസിൽ ഭയങ്കരമായിട്ട് പെട്ട് നിൽക്കൽ, വിഷമിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ്, ഇങ്ങനത്തെ ഉള്ള സമയങ്ങളിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. ഈ ഡൗൺ ആവുന്ന സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ വരും. അത് ഡിവൈൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ബ്ലെസ്സിങ്സ് ആണ്. എന്താ പറയുക, നിങ്ങളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരുപാട് ക്യാരക്ടർ നിങ്ങൾക്കുണ്ട്. ഒന്നിൽ തന്നെ നിൽക്കുന്നൊരു ക്യാരക്ടറല്ല. ഒരുപാട് എനർജി നിങ്ങളിൽ അബ്സോർവ് ആക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ആർട്സ് അതുപോലെ തന്നെ എന്താ പറയുക, കലാപരമായിട്ടുള്ള കഴിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, പാട്ട് അങ്ങനെയൊക്കെയുള്ള കഴിവുള്ള ആൾക്കാരാണ്, ഡാൻസ് അങ്ങനെയൊക്കെയുള്ള കഴിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കഴിവുള്ള ഒരുപാട് എനർജീസ് നിങ്ങൾക്ക് അബ്സോർവ് ചെയ്ത് ഒരുപാട് എനർജിയിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇവൻ മിമിക്രി കാണിക്കുന്ന ആൾക്കാരായാലും. അപ്പോൾ ഒരുപാട് എനർജി നിങ്ങളിങ്ങനെ കയറി ഇറങ്ങും. അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻസ് ആയിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് കുറേയധികം ആൾക്കാർക്ക് സെൽഫ് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ട്. ചില സിറ്റുവേഷൻസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് അവിടെ ബോർഡർ വീഴും. ചില സിറ്റുവേഷൻസ് എന്താണ് ഇങ്ങനെ നടക്കുന്നത്, ചില സിറ്റുവേഷൻസിൽ എന്താണ് ഞാനിങ്ങനെ സ്റ്റക്കായി പോകുന്നത്, സ്മൂത്തായിട്ട് പോകുന്ന സിറ്റുവേഷൻസ് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചില സിറ്റുവേഷൻ എനിക്ക് മാത്രം ഇങ്ങനെ പറ്റുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും. ബട്ട് ഇത് നിങ്ങൾക്ക് വേറൊരാൾ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കും, ഇത് മറ്റൊരാൾക്ക് മനസ്സിലാകുമോ, മറ്റൊരാൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഉള്ളൊരു എനർജിയിൽ ഒരുപാട് ആൾക്കാർ പോകുന്നതായിട്ട് കാണാൻ പറ്റും. ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഡൗൺ സിറ്റുവേഷനിലൊക്കെ പോകുന്നുണ്ട്. ബട്ട് അത് ചില ആൾക്കാരാണ് ഒരു സെൽഫ് ഡൗട്ട്, സെൽഫായിട്ടുള്ള സിറ്റുവേഷൻസ് മുന്നോട്ട് പോകുന്ന സമയത്ത്, അതായത് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ വന്നിട്ട് എന്താ പറയുക, ഒരു ചിന്തിക്കാൻ പറ്റാതിരിക്കുക. അതുപോലെ തന്നെ ചില സമയത്ത് സ്റ്റോപ്പായി പോവുക, പേഷ്യൻസ് ഇല്ലായ്മ, അങ്ങനത്തേക്കുള്ള കുറേ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള ഡൗൺ ആവുന്ന സിറ്റുവേഷൻസ് മാത്രമാണ് നിങ്ങളത് ഹാൻഡിൽ ചെയ്യുന്നത്. അത് നിങ്ങൾ ഭയങ്കരമായിട്ടും ഓവർ വർക്ക് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. അതായത് നിങ്ങളൊരു ജോലിക്ക് കയറി രാവിലെ ഇറങ്ങി വൈകുന്നേരം ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ആ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളവിടെ ഫുൾ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ട്. ഇവിടെ സംബന്ധിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഒരുപാട് മുതലാക്കുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ ഹാപ്പിനെസ് ആയാലും നിങ്ങളുടെ വിഷസ് ആയാലും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ്റെ കേസ്, ആ ചിക്കൻ പീസ് വേണമെങ്കിൽ ആൾക്ക് എടുക്കാണ്ടിരിക്കാം. കാരണം അത് നിങ്ങൾക്ക് കിട്ടിയ ചിക്കൻ പീസാണ്, അത് നിങ്ങൾക്ക് കഴിക്കാം. ബട്ട് അത് വേണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. അത് നിങ്ങൾക്ക് കിട്ടിയ സാധനമാണ്. ബട്ട് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അത് നിങ്ങൾ കൊടുക്കാണ്ടിരിക്കാം. ഓക്കെ. അപ്പം ഞാനിവിടെ പറഞ്ഞൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് എന്താണോ, ഓക്കെ, കുറേയധികം ആൾക്കാർ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് മറച്ചു വയ്ക്കുന്നുണ്ട്. ഇഷ്യൂസ്, ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട്. നിങ്ങളെ കാര്യങ്ങളൊന്നും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കത്തില്ല. ഈവൻ നിങ്ങൾക്കൊരു കാറുണ്ട്, നിങ്ങൾക്കൊരു ബൈക്കുണ്ട്, നിങ്ങളുടെ ചില സംഭവങ്ങളുണ്ട്, അത് നിങ്ങൾ ഒരുപാട് പേർക്ക് കൊടുക്കാണ്ടിരിക്കും. ചില ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചിക്കൻ പീസിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ചില ആൾക്കാർ, അതായത് ചിക്കൻ പീസ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ കൊടുക്കും, ആഹാര ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ കൊടുക്കും. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും പ്രറ്റിയായിട്ട് തോന്നണം ചില കാര്യം, ഈവൻ റിലേഷൻഷിപ്പ് നിങ്ങൾ പരിചയപ്പെടുത്തി പോലും കൊടുക്കത്തില്ല. അങ്ങനത്തുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വയ്ക്കും. അത് നിങ്ങളെ സംബന്ധിച്ച് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുള്ളതാണ്. ബട്ട് അത് ചെകഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട് കുറേയധികം ആൾക്കാർ അതിൻ്റെ മൂലയ്ക്ക് വന്നിരിക്കും. ഫ്രണ്ട്സ് തന്നെയാണ്. ബട്ട് ഇവർക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയാമെങ്കിൽ പോലും നിങ്ങളുടെ പേടിയാണ്. ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളെ പേടിയാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കറിയാം, നിങ്ങളുടെ ക്യാരക്ടറും സ്വഭാവം എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേണ്ടടുത്ത് മാത്രമേ നിങ്ങളെക്കുറിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളിലോട്ട് പെട്ടെന്ന് നിങ്ങളൊരു എംപതറ്റിക് ആയിട്ടുള്ള, ഒരു ജെനുവിൻ ആയിട്ടുള്ള എംപതറ്റിക് ആയിട്ടുള്ള ആളാണ്. നിങ്ങളെല്ലാം റിവീൽ ചെയ്ത് കൊടുക്കത്തില്ല. ബട്ട് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. ബട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് നിങ്ങളായി തന്നെ വരും. അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ ആർക്കും പറ്റത്തൊന്നുമില്ല. ഓക്കെ. അപ്പം ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും, മറ്റുള്ളവർ നിങ്ങളെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
എന്തുകൊണ്ട് നിങ്ങളുടെ വിഷസ് ഇങ്ങനെ നടക്കുന്നു, എന്തുകൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇങ്ങനെ നടക്കുന്നു, എന്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഇങ്ങനെ നടക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു. മറ്റുള്ളവർ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഹാപ്പിനെസ്സാണ്, നിങ്ങളുടെ ജോലിയാണ്, നിങ്ങൾ നല്ല പൊസിഷനിലാണ് ഇരിക്കുന്നത്, നിങ്ങൾ നല്ല എല്ലാം റിലീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കാനൊക്കെ ഭയങ്കരമായിട്ടും പറ്റും. ആൾക്കാർ എന്തെങ്കിലും സിറ്റുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എൻഡാക്കാനും പറ്റും, പെട്ടെന്ന് ക്ഷമിക്കാനും പറ്റും, ഒരു റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. ബട്ട് അത് ട്രോമയായിട്ട് മാറും. ബട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പോയതാണ്, പിന്നെ നിങ്ങൾ അതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നില്ല. പിന്നെ നിങ്ങൾ അടുത്ത സ്റ്റേജിലോട്ട് കയറുന്നു, പിന്നെ അവിടെ ഉള്ള ലൂപ്പുമായിട്ട് നിങ്ങൾ പെരുമാറി പോകും. നിങ്ങൾക്ക് ആ ലൂപ്പിനനുസരിച്ച് നിങ്ങൾക്ക് മാറാൻ പറ്റും. അതായത് ഒരു ലൂപ്പ്, ഇപ്പോൾ ഇവിടെ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ലൂപ്പിനനുസരിച്ച് മാറാൻ പറ്റും. നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് ഡിവൈനായിട്ട് ഭയങ്കരമായിട്ട് ടച്ചുള്ള വ്യക്തികളാണ്. ഭയങ്കര പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. ഭയങ്കര ദൈവാനുഗ്രഹമുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ആരും വന്നങ്ങനെ കളിക്കത്തൊന്നുമില്ല. ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങളുടെ അടുത്ത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ, നിങ്ങൾ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡിവൈൻ നിങ്ങളുടെ അടുത്തോട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഭയങ്കരമായിട്ടും അറിയാം. റിയലൈസേഷൻ, ഒരു പാഠം പഠിച്ചിട്ട് അത് ആ ഒരു അനുഭവം വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനറിയാം. നിങ്ങളുടെ ലൈഫിൽ ഒരു സാധനം വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വെറുതെ ഇതാക്കി കളയാൻ പറ്റും. ഒരു സാധനം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഴുക്ക ഡ്രീമാണ്, നിങ്ങൾക്കത് വേണ്ടാത്ത സാധനമാണ്, അതല്ലെങ്കിൽ അതൊരു അഴുക്ക വിശ്വസമാണ്, ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് നല്ലതിനല്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എൻഡ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ എത്ര നല്ലതായാലും എത്ര നിങ്ങൾക്ക് കോടികൾ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതിന് നിൽക്കത്തില്ല. നീതി എന്ന് പറഞ്ഞ സാധനത്തിന് മേളിൽ നിങ്ങൾ നിൽക്കത്തില്ല. നിങ്ങൾക്കൊരു മനസ്സിൻ്റെ ഒരു പവറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൻ്റെ ഒരു ഇതുണ്ട്. ആ ഒരു നീതിക്കനുസരിച്ച് മാത്രമേ നിങ്ങൾ നിൽക്കത്തുള്ളൂ. അവിടെ ആൾക്കാർ എന്ത് തെറ്റ് ചെയ്താലും എന്ത് തരാമെന്ന് പറഞ്ഞാലും നിങ്ങളവിടെ നിൽക്കത്തില്ല. കാരണം ഡിവൈൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ, ഡിവൈൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് ബ്ലെസ്സിങ്സും ഒരുപാട് എനർജീസും നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റഡായി വരും. അത് റിയലൈസേഷൻ ആയിട്ടും ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട്. ഓക്കെ, നിങ്ങൾ പുറകിലോട്ട് ചിന്തിക്കുന്ന ആൾക്കാരല്ല. നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ് ആയാലും നിങ്ങൾക്ക് കിട്ടുന്ന എനർജി ആയാലും നിങ്ങൾക്ക് കിട്ടുന്ന ലൈഫ് എക്സ്പീരിയൻസ് ആയാലും നിങ്ങൾ പുറത്തോട്ട് ചിന്തിക്കുന്ന വ്യക്തികളല്ല. നിങ്ങൾ ഇപ്പം കറൻ്റ് എന്താണോ, അല്ലെങ്കിൽ മുന്നോട്ട് എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് എന്താണ്, നിങ്ങളുടെ കർമ്മം, നല്ല കർമ്മം എന്താണ്, അത് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെന്ന് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളെ സംബന്ധിച്ച് അതറിയാം. അപ്പം ഇവിടെ സംബന്ധിച്ച് നിങ്ങളുടെ ഫാമിലി നല്ല രീതിക്ക് പോകുന്നത് കണ്ട് നിങ്ങൾക്ക് ദൃഷ്ടിദോഷം കാര്യങ്ങളൊക്കെ വരാൻ ഒരുപാട് ചാൻസ് ഉള്ളതായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ ലവ് ചെയ്യാനും ഫാമിലിയിൽ ലവ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൂപ്പിലാക്കി നിങ്ങൾക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതും ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയാം എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ എത്തിപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഡൗണാണ്, നിങ്ങൾ ഒരുപാട് പേടിക്കുന്നുണ്ട്. എന്തൊക്കെയോ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് പേടിക്കുന്നൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്തിനോ വേണ്ടിയിട്ട് പേടിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ സിറ്റുവേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പേടിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് സക്സസ് നിങ്ങൾക്ക് വരാനായിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ മെയിൻ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോസ്പിരിറ്റി. മറ്റുള്ളവർ ചിന്തിക്കും നിങ്ങൾക്ക് എങ്ങനെ എത്രത്തോളം ഹാപ്പിനെസ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നു. ഒരു വേദി കിട്ടിക്കഴിഞ്ഞാലും ഒരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാലും ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു ടൈം നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കത് എൻജോയ്മെൻറ്റ് ചെയ്ത് അതിന് കൂടുതലും ഹാപ്പിനെസ് ആയിട്ട് മറ്റുള്ളവരുടെ മനസ്സിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലായിടത്തും ഭയങ്കരമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ചില സിറ്റുവേഷനിൽ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ചില കാര്യങ്ങളിലോട്ട് നിങ്ങൾ മേ ബി എന്താ പറയുക, ഒരാൾക്കൊരു ഫുഡ് മേടിച്ചെടുക്കുന്ന കാര്യം തൊട്ട് ഒരാളെ വളർത്തിയെടുക്കുന്ന ഒരു സമയം വരെ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു ജീവിയെ വളർത്തുന്ന സമയത്തിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഒരു ചെറിയൊരു കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്. ഒരാൾക്കൊരു കാര്യം പറഞ്ഞാൽ അതിനൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ എത്രത്തോളം എനർജി, എത്രത്തോളം ടൈം എടുത്തു കഴിഞ്ഞാലും അത് നിങ്ങൾ ചെയ്ത് തീർത്തു കൊടുക്കും, അല്ലെങ്കിൽ അത് ചെയ്യും. അങ്ങനത്തെ ഉള്ളൊരിതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി ബിഗിനിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സെലിബ്രിറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ ഒരു എന്താ പറയുക, ഒരു സക്സസ്
അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പോയിന്റിലോട്ടും പോകാനുള്ളൊരു എനർജി നിങ്ങളുടെ ലൈഫിൽ ഡിവൈൻ തരുന്നു എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് സെക്കൻഡ് ബൈലിനെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ടും ഇഷ്ടം ആണ് എന്നാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളെ എന്താ പറയുക, ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളുടെ അബണ്ടൻസ് ആണ്, ഒരു എന്താ പറയുക, ഒരു പാഠപുസ്തകം അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾ കാരണം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അറിവും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നല്ലതാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് നല്ല നല്ല സിറ്റുവേഷൻസ് ആണ് ഇവിടെ എനിക്ക് അറിയാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. അപ്പം ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിലോട്ട് കാണാം. എല്ലാവർക്കും ഓക്കെ, ബൈ, ടാറ്റ, സീ യു. അടുത്ത വീഡിയോയിലോട്ട് കാണാം, ബൈ.